നാരായണ അഖില ഗുരു ഭഗവാൻ നമസ്തേ. എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? ഓഡിയോ കറക്റ്റാണോ? എക്കോ ഇല്ലല്ലോ അധികം? അത് അധികം ആൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് എക്കോ വരുന്നത്. ആൾ പറഞ്ഞാൽ എക്കോ പോവും. ഞാനിപ്പോൾ കുറച്ച് ആൾക്കാരെ ഇങ്ങോട്ട് കൂട്ടാൻ എന്താ ചെയ്യാമെന്ന് ആലോചിക്കുന്നത്. ഈ പ്രഭാഷണം ഒരു 1-1.5 മണിക്കൂർ ഉണ്ടാവും. ഇതിൻ്റെ അവസാനമാകുമ്പോൾ ഞാൻ 2 മന്ത്രങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും എല്ലാവരും ഇവിടെ വന്നിരിക്കുക. വളരെ സന്തോഷം ഈ വേദിയിൽ വന്നിരിക്കാൻ സാധിച്ചതിൽ. എന്നെ കുട്ടിക്കാലം തൊട്ട് അറിയുന്ന ഒരു കുടുംബം നിമിത്തമായിട്ട് നടക്കുന്ന ഒരു യാഗം, അതിൻ്റെ ആഗമവേദിയിൽ വന്നിരിക്കാൻ എന്നെ ക്ഷണിച്ച സർവാധികരണീയനും എൻ്റെ ജ്യേഷ്ഠതുല്യനുമായ ബ്രഹ്മശ്രീ മുടക്കലാപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അനിയേട്ടനോടും ഉള്ള കൃതാർത്ഥത അല്ലെങ്കിൽ കൃതജ്ഞത ആദ്യം തന്നെ പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. വാസ്തവത്തിൽ ഈ യാഗത്തിൻ്റെ കേന്ദ്ര വിഷയമായിരിക്കുന്ന വസ്തു എന്താ? കുബേരനാണ്. ആ ചൈതന്യത്തെക്കുറിച്ച് പറയാനുള്ളൊരു നിയോഗം ഉണ്ടായതിൽ അത്യധികം സന്തോഷിക്കുന്നു. കാരണം സാധാരണ ഇത്തരം യാഗവേദികളിൽ നമുക്ക് ഭഗവത് കഥകളുടെ ഒരു പ്രവാഹമായിരിക്കും ഉണ്ടാവുക. അപ്പം അതിൽ നിന്ന് ഒന്ന് വ്യത്യസ്തമായിട്ട് ഏതൊരു മൂർത്തിയെ കേന്ദ്രീകരിച്ചാണോ ഇന്നിവിടെ ഈ യാഗം സംഘടിപ്പിക്കപ്പെടുന്നത്, ആ മൂർത്തിയെ കേന്ദ്രീകരിച്ച് സംസാരിക്കാനുള്ള അസുലഭാവസരം. രണ്ടാമത്തെ ഏറ്റവും വലിയ സന്തോഷം, ഞാനത് പ്രോഗ്രാം നോട്ടീസ് 2 ദിവസം മുമ്പ് കണ്ടപ്പോഴാണ്. എൻ്റെ പൊന്നു ഗുരുവായൂരപ്പനെ അവിടെ പൂജ കഴിക്കണ നേരത്ത്, അതും ഈ പ്രഭാഷണം നടക്കുന്ന സമയത്തോടടുപ്പിച്ചിട്ടാണ് ഗുരുവായൂരപ്പൻ്റെ പൂജ. അതും ഗുരുവായൂരപ്പൻ്റെ തന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിൻ്റെ പേരും അതിലുണ്ട്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഒരു സാന്നിധ്യം അവിടെ നിൽക്കെ എനിക്ക് ഈ വേദിയിൽ വന്നിരിക്കാൻ സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയധികം അനുഗ്രഹീതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഭഗവാനെ സ്മരിക്കാതെ വിഷയത്തിലേക്ക് കടക്കാൻ ബുദ്ധിമുട്ടാണ്. വാസ്തവത്തിൽ നമ്മൾ ധനത്തിനെ, പണത്തിനെ കേന്ദ്രീകരിച്ചിട്ടാണ് കുബേരനെ കാണുന്നത്. അത് നമ്മുടെ അജ്ഞതയാണ്. ധനത്തിനെ കേന്ദ്രീകരിച്ച് കുബേരനെ കാണുന്നത് നമ്മുടെ അജ്ഞതയാണ്. ഏതർത്ഥത്തിലാണ് അജ്ഞത അഥവാ അറിവില്ലായ്മ എന്ന് വെച്ചാൽ, ആദ്യം ധനം എന്താണെന്നുള്ള നമ്മുടെ നിർവചനത്തിൻ്റെ പ്രശ്നമാണ്. നമുക്ക് തെലുങ്കിൽ ദുഡ് എന്ന് പറയും, തുട്ട് എന്ന് പറയും, പണം, പൈസ, ക്യാഷ്, വാട്ടവർ. നമുക്കിഷ്ടമുള്ള എന്തും പേരിട്ട് വിളിക്കാവുന്ന, മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വസ്തു. അതൊരു മോശം വസ്തുവാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സാധാരണ സ്ഥിരമായിട്ട് നമ്മൾ കേട്ട് പരിചയിക്കുന്നത് പണം മോശപ്പെട്ട ഒരു വസ്തുവാണ് എന്ന് ഉള്ള സ്ഥിരം. അതൊരു 10-12 നൂറ്റാണ്ട് തൊട്ടിട്ട് നമ്മുടെ നാട്ടിൽ ഇല്ലായ്മയുടേതായിട്ടുള്ള, നമുക്കൊക്കെ ഇന്ന് സങ്കല്പിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള ഇല്ലായ്മയുടെ ഒരു കാലഘട്ടം നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായതുകൊണ്ട് നമ്മുടെ സൈക്കിയിൽ, നമ്മുടെ മനസ്സിൽ തലമുറകളായിട്ട് അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് ഭക്തിയുടെ ലക്ഷണം ദാരിദ്ര്യമാണെന്നുള്ളത്. അല്ല, ഭക്തിയുടെ ലക്ഷണം ദാരിദ്ര്യമാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഒക്കെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ ഗംഭീരമായിട്ടുള്ള എക്സാമ്പിൾസ് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോഴാണ് കുബേരനെ ധനത്തിൻ്റെ അധിപതി എന്ന് പറഞ്ഞാൽ നമ്മളത് പണത്തിൻ്റെ അധിപതി എന്ന അർത്ഥത്തിൽ കാണാനിടയാണ്. വാസ്തവത്തിൽ എന്താ ധനം? ഞാൻ ഇവിടെ ഇരുന്നതാ പറയണു, ഈ വിളക്കിൽ തീ ജ്വലിക്കണം, നിങ്ങളിരുന്ന് കേൾക്കണം, കുറേ പേര് അവിടെ തൊഴണം, അവിടെ വേദമന്ത്രങ്ങൾ ഉച്ചരിക്കണം, പക്ഷിമൃഗാദികളുണ്ട്, ചെടികളുണ്ട്, വിദ്യുച്ഛക്തി നമുക്ക് കാണാതെ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കാറ്റ് അനുഭവപ്പെടുന്നുണ്ട്, ചൂട് അനുഭവപ്പെടുന്നുണ്ട്, സൂര്യൻ അസ്തമിച്ചിട്ടില്ല. ഇതിനെയൊക്കെ വർക്ക് ചെയ്യിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഈ വർക്ക് ചെയ്യണ ശക്തി ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയണതൊന്നുമില്ല.
ആ ശക്തിയുടെ ഒരു വിഭൂതി, അതിൻ്റെ ഒരു പ്രകടനം, അതിനെ നമ്മൾ ഐശ്വര്യം എന്ന് പറയും. ഈശ്വരൻ്റെ പ്രകടനം, ഈശ്വരൻ പുറത്തേക്ക് ഇതാ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് കാണിച്ചു തരും. അത് ഐശ്വര്യം. ആ ഐശ്വര്യമാണ് ധനം. സംസ്കൃതത്തിൽ ധനം എന്നുള്ളതിനെ അക്ഷരങ്ങൾ പിരിച്ച് അർത്ഥമെടുത്താൽ ആ ഈശ്വര ചൈതന്യത്തെയാണ് ധനം എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ളൊരു ധനത്തിന്റെ ഉടമയാണ് കുബേരൻ എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോഴേ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സ്വർണത്തിന്റെയും രത്നത്തിന്റെയും ഒക്കെ വില നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒന്നും കാണാണ്ട് പ്രപഞ്ചനാഥന്മാരായിട്ടുള്ള ഭഗവാന്മാര് ഒരാളെ ചുമ്മാ കാശ് ഹാൻഡിൽ ചെയ്യാൻ ഏൽപ്പിക്കില്ല. ഈ ഭൂമിയുടെ നിധികൾ മുഴുവൻ എടുത്തിട്ട് കയ്യിൽ കൊടുക്കില്ല. അപ്പൊ അദ്ദേഹത്തിന് അതിനൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം. ആ ഒരു ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് ഒരു ചുരുങ്ങിയ രീതിയിൽ അന്വേഷിക്കാം. അനുവദിച്ചിട്ടുള്ള സമയം എപ്പോഴാണ് നിർത്തേണ്ടതെന്ന് പറഞ്ഞാൽ നിർത്താം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ ലൈവ് കേൾക്കുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ 3 മണിക്കൂറായാലും നിർത്താറില്ല. അതെനിക്കൊരു ചീത്തപ്പേരാണ്. അപ്പോൾ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുബേരൻ എന്നത് ആ പരമാത്മാവായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് കയറാം. കാരണം പരമാത്മാവായിട്ടുള്ള ആ ബ്രഹ്മതത്വം, തത്താവദ്ഭാതി സാക്ഷാത് ഗുരുഭവന പുരേ എന്നൊക്കെ വിളിക്കുന്ന ആ ബ്രഹ്മതത്വം അല്ലാത്തൊരു വസ്തു ഈ പ്രപഞ്ചത്തിലില്ല. അതിന് ഭഗവാന്റെ വാക്കന്നെ പ്രമാണം. നമ്മളത് പറഞ്ഞുണ്ടാക്കേണ്ട ആവശ്യമില്ല. ഗ്രന്ഥമായതുകൊണ്ട് മുന്നിൽ വെച്ച് വായിച്ചേ പറയാവുന്നതാണ്. ഞാൻ അധികം ശ്ലോകങ്ങളൊന്നും ചൊല്ലിയിട്ട് ആരെയും ഭയപ്പെടുത്തുന്നില്ല. പക്ഷെ എന്നാലും ചെല്ലേണ്ട 1-2 കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. വിഭൂതി യോഗത്തിൽ തൻ്റെ തൻസ്വരൂപം എന്താണെന്ന് അർജുനന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഭഗവാൻ ഒരു ശ്ലോകം ഭഗവാൻ പറയുന്നുണ്ട്. രുദ്രാണാം ശങ്കരശ്ചാസ്മി, രുദ്രന്മാരിൽ ശങ്കരനാണ് ഞാൻ. വിദ്വേഷോ യക്ഷരക്ഷസാം, യക്ഷന്മാരിലും രാക്ഷസന്മാരിലും വിദ്വേഷനായിട്ടുള്ള കുബേരനാണ് ഞാൻ എന്ന് ഗുരുവായൂരപ്പൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൽ കവിഞ്ഞ് വേറെ പ്രമാണമൊന്നുമില്ല. വസൂനാം പാവകശ്ചാസ്മി മേരു ശിഖിരണാമഹം, വസുക്കളിൽ അഗ്നിയാണ്, പാവകനാണ് ഞാൻ. പർവ്വതങ്ങളിൽ ശിഖരങ്ങളുള്ളവയിൽ മേരുപർവ്വതമാണ് ഞാൻ. അപ്പൊ എല്ലാറ്റിലും ദ ബെസ്റ്റ് ഞാനാണെന്ന് ഭഗവാൻ പറയുന്ന, എല്ലാറ്റിലും ദ ബെസ്റ്റ്, ഏറ്റവും മികച്ചത് ഞാനാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. എന്ന് പറഞ്ഞാൽ ആ മികച്ചതല്ലാത്തതും ഭഗവാൻ തന്നെയാണ്. പക്ഷെ അതിൽ ഭഗവാന്റെ സ്വരൂപം ഏറ്റവും ഗംഭീരമായിട്ട് വിളങ്ങുമ്പോഴാണ് ആ വസ്തു മികച്ചതായിട്ട് തീരുന്നത്. അപ്പൊ ധനത്തിന്റെ ഉടമസ്ഥരിൽ, പ്രപഞ്ചധനത്തിന്റെ ഉടമസ്ഥരിൽ ഏറ്റവും മികച്ചതായിട്ട് വിളങ്ങുമ്പോൾ അത് ഭഗവാൻ ആവാതെ വരാൻ തരമുണ്ടോ? അത് ഭഗവാൻ തന്നെ. അപ്പൊ കുബേരൻ ഗുരുവായൂരപ്പനാണ്, ഒരു സംശയവുമാണ്. ഇത് തർക്കശാസ്ത്രമൊന്നുമല്ല കേട്ടോ. കുബേരൻ ഗുരുവായൂരപ്പനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ നമ്മുടെ ഫർദർ പോകാം. കുബേരൻ ശിവഭക്തന്മാരിൽ അഗ്രഗണ്യനാണ്. ശിവന്റെ കരുണ ഏറ്റവും കൂടെ അനുഭവിച്ചിട്ടുള്ള ഒരാൾ. അത് വെറും കരുണയല്ല. സാധാരണ നമുക്ക് ചില ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവരെ കമ്പനി അടിക്കാൻ തോന്നും, ഫ്രണ്ട് ആക്കാൻ തോന്നും. ചിലരെ കണ്ടാൽ നമസ്കരിക്കാൻ തോന്നും. ചിലരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓടും. ചിലരെ കണ്ടാൽ പ്രണയിക്കാൻ തോന്നും. ചിലരെ കണ്ടു കഴിഞ്ഞാൽ വെറുപ്പുണ്ടാവും. ചിലരെ കണ്ടാൽ കൊല്ലാൻ തോന്നും. മനുഷ്യ സഹജം. പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, അവരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് തോന്നും. കുബേരന് കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും മഹാദേവന്റെ തോളത്ത് കേട്ട് നടക്കാൻ പറ്റുമോ? ആലോചിച്ചു. മഹാദേവന്റെ തോളത്ത് കേട്ട് നമുക്ക് നടക്കാൻ പറ്റുമോ? കുബേരൻ ഭക്തനാണ്, പക്ഷെ സുഹൃത്താണ്. സുഹൃത് ഭാവം. പണ്ടൊക്കെ ഈ ടി വി ഒക്കെ വ്യാപകമാവണതിന് മുമ്പൊരു കാലത്ത്, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു, നമ്മളൊക്കെ അന്യ വീടുകളിൽ വൈകുന്നേരത്ത് വിരുന്നിന് പോകും. ജസ്റ്റ് പോവും, സുഹൃത്ത് സന്ദർശനങ്ങളുണ്ടാവും. അമ്മയും ഭഗവാനും, അമ്മയും അച്ഛനും മഹാദേവനും ഉമയും ഗൃഹസന്ദർശനം നടത്തുന്ന ഏക വീട് അളകാപുരിയിലെ കുബേരന്റെ ഭവനമാണ്. അങ്ങനെയുള്ള കുബേരൻ, ആ കുബേരന്റെ അധിഷ്ഠാനം ഭൂമിയിൽ എവിടെയാണ്? ശ്രീമൻ നാരായണൻ, ബദരീനാരായണൻ, ബദരീനാഥൻ ഇരിക്കുന്ന
ബദരീനാഥത്തിലെ ശ്രീകോവിലിൽ തന്നെയാണ് കുബേരന്റെ അധിഷ്ഠാനം ഈ ഭൂമിയിൽ. അവിടെ ഒരു മുഖം ആയിട്ടാണ് അദ്ദേഹത്തെ വെച്ചിട്ടുള്ളത്. കാരണം കുബേരന്റെ വിഗ്രഹ നിർമ്മാണത്തിനെ കുറിച്ച് ഒരുപാട് വിചിത്ര സങ്കല്പങ്ങളുണ്ട്. അത് ഞാൻ വഴിയെ പറയാം. നമ്മുടെ കാലഘട്ടത്തിലേക്കൊക്കെ വരുമ്പോൾ, ഇപ്പം നമ്മൾ ഇവിടെ കുബേരക്ഷേത്രത്തിൽ ഞാൻ അകത്ത് കണ്ടിട്ടില്ല, പക്ഷെ ചിത്രത്തിലേ ഞാൻ കണ്ടിട്ടുള്ളൂ. അദ്ദേഹം വിത്തകലശം കയ്യിൽ പിടിച്ച് നിൽക്കുന്ന താന്ത്രികമായിട്ടുള്ള ഒരു ധ്യാന രൂപത്തിലാണ്. അത് ആ താന്ത്രികമായിട്ടുള്ള ഒരു ചിട്ടയുടെ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് അത് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സമ്പ്രദായ പ്രകാരം, കേരളത്തിന് തനതായിട്ടുള്ള ഒരു സമ്പ്രദായമുണ്ട്, ആ സമ്പ്രദായ പ്രകാരം. പക്ഷെ പുരാണങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുബേരന്റെ പ്രതിഷ്ഠ വളരെ ഇരുതല മൂർച്ചയുള്ള വാളുപോലെയുള്ള ഒരു പ്രതിഷ്ഠ എനിക്ക് വരാം. അപ്പൊ ബദരീനാഥ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ആ കുബേരൻ ആരുടെ കൂടെ ഇരിക്കുന്നത്? നാരദ മഹർഷി, ഉദ്ധവൻ, ഇവരുടെ ഒക്കെ ഒപ്പം ഇരിക്കുന്നത് ഒക്കെ ഭക്ത രാജാക്കന്മാരാണ്. അവരുടെ ഒപ്പമാണ് കുബേരൻ ഇരുന്നിട്ട്. അദ്ദേഹം വേറെ സ്ഥലത്തല്ല പോയിട്ടിരിക്കുന്നു. അദ്ദേഹം സെപ്പറേറ്റ് ആയിട്ട് കൊട്ടാരം കെട്ടിയിട്ടല്ല ഇരിക്കുന്നത്. യോഗിയായിട്ടിരിക്കുന്ന മഹാവിഷ്ണുവിന്റെ, ധ്യാനനിരതനായിരിക്കുന്ന മഹാവിഷ്ണുവിന്റെ, സർവസംഘ പരിത്യാഗിയായിരിക്കുന്ന മഹാവിഷ്ണുവിന്റെ, നരനാരായണനായിരിക്കുന്ന ബദരീനാരായണന്റെ അടുത്താണ് കുബേരസ്വാമി ഈ ഭൂമിയിൽ നിലകൊള്ളുന്നത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ ശവം കിടത്തുക? തെക്കോട്ടേക്ക് തല വെച്ചിട്ട് വടക്കോട്ടേക്ക് മുഖം വെച്ചിട്ടാണ് കിടക്കുക, അല്ലേ? മുഖം വടക്കോട്ടേക്ക് ഇങ്ങനെ കാണാം, കാല് വടക്കോട്ടേക്ക്, തെക്ക് തല. അപ്പോൾ ആ ആൾക്ക്, മരിച്ചു കിടക്കുന്ന ആൾക്ക് ഒന്ന് കണ്ണു തുറന്നാൽ കാണുന്നത് വടക്കാം, കാരണം അയാളെ തല തെക്കോട്ടാ. തെക്ക് വൈതരണി നദി കടന്നാൽ പിതൃലോകമാണെന്നാണ്. നേരെ മുന്നിൽ കൈലാസ. ആ കൈലാസത്തിൽ ഇരിക്കുന്ന ദക്ഷിണാമൂർത്തിയാണ്, തെക്കോട്ട് നോക്കിയിട്ട് മൗനത്തിൽ കൂടെ ചിന്മുദ്ര കാണിച്ച് ജീവന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി തന്നിരിക്കുന്ന ഭഗവാന്റെ തൊട്ടടുത്ത് വടക്കേ ദിക്കിന്റെ അധിപനായിട്ട് നീ സമ്പാദിച്ചതൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ട് കുബേരനിരിക്കും. കുബേരനിരിക്കുന്ന അവിടെ. അങ്ങനെയുള്ള ആ കുബേരനെ മഹാദേവനും അമ്മയ്ക്കും, അച്ഛനും അമ്മയ്ക്കും ഭഗവാനും ഒരുപോലെ പ്രിയപ്പെട്ട ആ കുബേരനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് പോകാം. ഞാൻ കുബേരൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കഥയിലേക്ക് അങ്ങോട്ട് പോയാൽ ഈ പറയുന്ന ഒരു മനസ്സിന്റെ തലത്തിൽ നിങ്ങൾ എത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഇതൊന്നുമല്ല, ഇതൊന്നും പറയാൻ ഞാൻ ശക്തനുമല്ല. എന്തെങ്കിലും ഞാൻ പറയേണ്ടത് ഗുരുവായൂരപ്പൻ നാട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത്തരം ചൈതന്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മളാരും ആരുമല്ല. മഹാഭക്തന്മാരുടെ വിജയത്തിന്റെ കഥകളിൽപ്പെട്ടതാണ് കുബേരന്റെ കഥ. കുബേരൻ ഒരു മഹാഭക്തനാണ്. ഒരു മഹാഭക്തന് മാത്രമേ ഇത്രയും ഉന്നതിയിലെത്താൻ സാധിക്കൂ. ദേവന്മാര് അവർക്ക് കയറിപ്പോകാൻ, ദേവൻ എന്ന് പറഞ്ഞാൽ ദേവനായാൽ എല്ലാം ആയിരുന്നില്ല, അവിടെ നിന്നും കയറിപ്പോകാൻ ഇഷ്ടംമാതിരി പടികളുണ്ട് പരബ്രഹ്മത്തിലേക്ക് ലയിക്കണമെങ്കിൽ, മോക്ഷാവസ്ഥയിലേക്ക്. പക്ഷെ താരതമ്യേന അവർക്കത് എളുപ്പമാണ്. മനുഷ്യനും അവസരങ്ങളുണ്ട്. തപസ്സിൽ കൂടിയും സ്വാധ്യായത്തിൽ കൂടിയും കർമ്മശുദ്ധിയിൽ കൂടിയും ഒക്കെ നമുക്ക് എത്തിപ്പെടാം. പക്ഷെ അസുരന്മാരിൽ, രക്ഷസുകളിൽ, പിശാചുക്കളിൽ, ഇവരിലൊക്കെ ആ ദേവത്വം വരെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമാണ്. എത്ര എഫർട്ട് ഇട്ടുണ്ടാവണം അവിടെ. കാരണം ജന്മന കുഴപ്പം പിടിച്ച ആൾക്കാർ, ജന്മനാവുള്ളൊരു സ്വഭാവം. കാളിയുടെ തലയിൽ ചവിട്ടി എല്ലൊടിക്കുന്ന സമയത്ത് കാളിയെ കരഞ്ഞോണ്ട് വെക്കിട്ട് ഭഗവാനെ അങ്ങനെയല്ലേ എന്നെ ഇങ്ങനെ കോപസ്വഭാവത്തോട് സൃഷ്ടിച്ച്, എന്നിട്ട് എന്നെ ചവിട്ടണം ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ സൃഷ്ടിയുടെ ഒരു പ്രശ്നം നമ്മൾ ഓരോരുത്തരിലും ഉണ്ട്. നമ്മൾ പറയില്ല അത് അയാളുടെ തറവാട്ട് സ്വഭാവമാണ് എന്ന് പറയും, അല്ലേ? നാടൻ ഭാഷയിൽ. അതെന്തുകൊണ്ട് അതങ്ങനെ പറഞ്ഞു? നമ്മുടെ ജനിതകത്തിലുള്ളത് നമുക്ക് മാറ്റാൻ അത്ര എളുപ്പം പറ്റില്ല. പക്ഷെ എന്നിട്ടും മഹാബലി ഉണ്ടാവണോ, പ്രഹ്ലാദൻ ഉണ്ടാവണോ, വൃത്രാസുരൻ ഉണ്ടാവണോ, അതേപോലെയാണ് കുബേരൻ. അതേപോലെയാണ് കുബേരൻ. കുബേരന്റെ വംശാവലി എടുത്തു നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം, പത്മനാഭനായിട്ടുള്ള ഭഗവാൻ ഗുരുവായൂരപ്പൻ, മഹാവിഷ്ണു, നാരായണൻ, അദ്ദേഹത്തിന്റെ നാഭിന്ന് ബ്രഹ്മദേവൻ. ആ ബ്രഹ്മദേവന്റെ പ്രജാപതികളായിട്ടുള്ള മാനസപുത്രന്മാരിൽ ഒരാളാണ് പുലസ്ത്യൻ. ആ പുലസ്ത്യന്റെ
വംശപരമ്പരയിലാണ് കുബേരൻ വരുന്നത്. പുലസ്ത്യൻ്റെ വംശപരമ്പര പറഞ്ഞാൽ അധികം ദൂരമൊന്നുമില്ല, നേരെ പേരക്കുട്ടിയാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ പേരക്കുട്ടിയുടെ പേരക്കുട്ടിയാണ് കുബേരൻ. ഗുരുവായൂരപ്പൻ്റെ പേരക്കുട്ടി പുലസ്ത്യനാണ്, ആ പുലസ്ത്യൻ്റെ പേരക്കുട്ടിയാണ് കുബേരൻ. അത്രയും അടുത്താണ് നിൽക്കുന്നത്. പക്ഷെ ജനിച്ചത് ഞാൻ പറഞ്ഞതാണ്, എവിടെ നിന്നൊക്കെ ഉത്ഭവം ഉണ്ടെങ്കിലും അവസാനം ജനിച്ചതും വളർന്നതും രാക്ഷസവംശത്തിൽ, രാക്ഷസവംശമല്ല യക്ഷവംശത്തിലാണ്. പക്ഷെ രാക്ഷസന്മാരുടെ ഇടയിലാണ്. അങ്ങനെ വിഷ്ണുവിന്ന് ബ്രഹ്മദേവൻ, ബ്രഹ്മദേവൻ പുലസ്ത്യൻ, പുലസ്ത്യൻ തൃണബിന്ദു മഹർഷിയുടെ മകള് ഹവിർഭു അഥവാ മാനിനി എന്ന് പറയുന്ന സ്ത്രീയെ വിവാഹം ചെയ്തിട്ട് അതിലുണ്ടായ മകനാണ് വിശ്രവസ്, പ്രസിദ്ധനായിട്ടുള്ള വിശ്രവസ്. വിശ്രവസിനെ നമുക്ക് എല്ലാവർക്കും രാമായണം വായിക്കുന്നവർക്കൊക്കെ അറിയാം. ആരാ വിശ്രവസ്? രാവണന്റെയും അച്ഛനാണ്. രാവണനെയും പൗലസ്ത്യൻ എന്ന് വിളിക്കും. ദശാവതാര സ്തുതിയിലൊക്കെ ജയദേവന്റെ പൗലസ്ത്യം കലയതേ എന്നൊക്കെ കാണാം. അതാണ് രാവണനെ കൊന്നവനെ. പക്ഷെ ഇവിടെ പൗലസ്ത്യൻ എന്ന് പറയുന്നത് കുബേരനാണ്. അപ്പൊ മാനിനിയില് പുലസ്ത്യനുണ്ടായ പുത്രനാണ് വിശ്രവസ്. ആ വിശ്രവസ് ഭരദ്വാജന്റെ മകളായിട്ടുള്ള ദേവവർണ്ണിനിയെ വിവാഹം ചെയ്തു. അവരെ ഇളവിള, ഇളിവിള എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്തമായിട്ട് പേരുകൾ കാണാൻ പറ്റാറുണ്ട്. ആ ദേവിയിലുണ്ടായ, അവരൊരു യക്ഷകന്യകയായിരുന്നു എന്നാണ്. ആ ദേവിയിലുണ്ടായ പുത്രനാണ് വൈശ്രവണൻ. ആദ്യമായിട്ടാണ് ഞാൻ ആ പേര് ഉച്ചരിക്കുന്നത്. നമ്മൾ കുബേരൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വൈശ്രവണൻ എന്നുള്ള അദ്ദേഹത്തിന്റെ പേര്. ഈ വൈശ്രവണൻ വിശ്രവസിന്റെ മകനായതുകൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് ആ പേര് വന്നിട്ടുള്ളത്. വൈശ്രവണ നാമം വളരെ ശക്തിയുള്ളൊരു നാമമാണ്. അതിന് പ്രശസ്തിയുടെ പുത്രൻ എന്നർത്ഥമുണ്ട്, പ്രസിദ്ധിയുടെ, ഫെയിമിന്റെ, സൺ ഓഫ് ഫെയിം എന്നർത്ഥമുണ്ട്. ദേവേന്ദ്രൻ എന്നർത്ഥമുണ്ട് വൈശ്രവണൻ. ദേവേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു കിരീടം വെച്ച് ദേവന്മാര് 30 കോടി ദേവന്മാരുടെ നാഥനായിട്ടുള്ള ആളെന്നല്ല, ഇന്ദ്രിയങ്ങളുടെ രാജാവ്, മനസ്സ്, അത് വൈശ്രവണൻ. നമ്മുടെ മനസ്സ് വൈശ്രവണൻ. ഇന്ദ്രൻ നമ്മുടെ മനസ്സാണ്. അതേപോലെ സമൃദ്ധിയുടെ അധിഷ്ഠാന ദേവത എന്നുള്ള അർത്ഥത്തിലും വൈശ്രവണനുണ്ട്. വിശ്രുതം എന്ന് നമ്മൾ പറയാറില്ലേ പ്രസിദ്ധിയെ. അപ്പൊ വിശ്രുതമാക്കി തീർക്കുന്ന എന്തൊരു കഴിവുണ്ടോ അതിന്റെ ദേവൻ. അങ്ങനെ വൈശ്രവണൻ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെ കുബേരൻ എന്ന് പേര് വന്നത്? കുബേരൻ എന്ന് പേര് വന്നത് വളരെ രസമാണ്. നമ്മുടെ നാട്ടിലൊരു സ്വഭാവമുണ്ട്, വേറെ കാശുള്ളവനെയും മോശം പറയും, കാശ് ഒട്ടുമില്ലാത്തവനെയും മോശം പറയും. ദാരിദ്ര്യം കൊണ്ട് നല്ലൊരു പേരാ സുധാമാവ്. പാവം ഒരു കീറിയ വസ്ത്രം എടുക്കണോണ്ട് കുചേലൻ എന്ന് വിളിച്ചു. ആ കീറ വസ്ത്രം എടുക്കണമെന്നുള്ള അർത്ഥത്തിലാണ് കുചേലൻ 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 എന്ന് വിളിക്കുന്നത്. ആ കുട്ടിയുടെ അമ്മയെ കാണാൻ എന്താ മോളുടെ പേര്? ഇവിടെ അമ്മ ഇവിടെ കാണാതെ അത് കണ്ടെത്തിക്കോളില്ലേ, ഞാൻ തുടരാനല്ല എനിക്ക്. അപ്പോൾ ഈ വൈശ്രവണന്റെ മന്ത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ മന്ത്രപുഷ്പത്തിലൊക്കെ ചെല്ലാറുള്ളൊരു മന്ത്രമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് കുറച്ച് പേര് വന്നിരുന്നു കഴിഞ്ഞാൽ ഞാൻ 2 മന്ത്രം തരാം. അതിൽ ഒരു മന്ത്രം ഞാൻ പറയാം. എല്ലാ മന്ത്രങ്ങളും വിളിച്ചു പറയാൻ പറ്റില്ല. വൈശ്രവണന്റെ മന്ത്രങ്ങൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട മന്ത്രങ്ങളായാണ്. അദ്ദേഹം യക്ഷനാണ്, വളരെ സൂക്ഷിക്കണം, ദേവനല്ല. അപ്പോൾ എന്നാലും വളരെ വിശേഷപ്പെട്ട ഒരു മന്ത്രം പറയാം. ആ മന്ത്രമായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതുകൊണ്ടല്ല അത് പറയണം, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓം രാജാധിരാജായ പ്രസഹ്യസാഹിനേ നമോ വയം വൈശ്രവണായ കൂർമഹേ സമേ കാമാൻ കാമകാമായ മാ കാമേശ്വരോ വൈശ്രവണോ ദദാതു കുബേരായ വൈശ്രവണായ മഹാരാജായ നമാന. ഇത് മന്ത്രപുഷ്പത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചെല്ലാറുണ്ട്. തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങോട്ട് ഘോഷമായിട്ട് ചെല്ലും. കേൾക്കാം, നല്ല രസം കേൾക്കാനാണ്. നമ്മുടെ നാട്ടിൽ മന്ത്രം ചെല്ലണം കേൾക്കാൻ പറ്റാറില്ല.
പുറത്തു പോയി കഴിഞ്ഞാൽ മന്ത്രം ചെല്ലണം കേൾക്കാൻ പറ്റും. കാരണം അവർ ഘോഷമായിട്ട് ചെയ്യും. രാജാക്കന്മാരുടെ രാജാവായിട്ട് സകല ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരുന്നവനായതാലാണ് രാജാതിരാജൻ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്. ആ രാജാതിരാജനായിട്ടുള്ള രാജരാജനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈശ്വരൻ ആയതുകൊണ്ടാണ് മഹാദേവനെ രാജരാജേശ്വരൻ എന്ന് വിളിക്കുന്നത്, അമ്മയെ രാജരാജേശ്വരി എന്ന് വിളിക്കുന്നത്. രാജരാജൻ എന്ന് പറഞ്ഞാൽ കുബേരനാണ്. ലോകത്തിൽ എത്രയോ രാജാക്കന്മാരുണ്ട്. ആ രാജാക്കന്മാരുടെ ഒക്കെ രാജാവ്. കാരണം ഒരു രാജ്യത്തെ സമൃദ്ധിയുടെ നാഥൻ അവിടുത്തെ രാജാവായിരിക്കും. ആ രാജാവിൻ്റെ മേലെ ഇരിക്കുന്ന അധിരാജൻ ആരാണ്? ആ ദേവൻ ആരാണോ അദ്ദേഹം എന്നുള്ള സങ്കല്പത്തിലാണ്. അപ്പൊ ഈ രാജാതിരാജൻ എന്ന് പറയുമ്പോൾ മഹത്തുക്കളായിട്ടുള്ളവര് വളരെ വിശേഷപ്പെട്ട ചില അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവര് പറഞ്ഞത് രാജാവ് എന്ന ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെയും അകത്തുള്ള ജീവനുണ്ട്, ആത്മാക്കള് അഥവാ ജീവനെ തന്നെയാണ് രാജാവ് എന്ന് വിളിക്കണമെന്നാണ്. അപ്പൊ ഈ ജീവന്മാരൊക്കെ രാജാക്കന്മാരാണ്. ആ രാജാക്കന്മാരായിട്ടുള്ള ജീവന്മാരുടെ നാഥനായിട്ടുള്ള പരമാത്മാവിനെയാണ് രാജാതിരാജൻ എന്ന് പറയുന്നത്. അപ്പൊ വീണ്ടും എന്തായിരുന്നു? ബ്രഹ്മായി പരമാത്മാവായിട്ടുള്ള സർവേശ്വരൻ തന്നെയാണ് കുബേരനാമത്തിൽ അല്ലെങ്കിൽ വൈശ്രവണ നാമത്തിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നത് എന്ന് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു. അപ്പൊ രാജാതിരാജൻ എന്നുള്ള ഒരു നാമത്തിൽ നമുക്ക് ചുരുക്കമായിട്ട് അങ്ങനെ അർത്ഥം പറയാം. അധികം സമയമെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് തന്നെ നമുക്ക് വിശദമായിട്ട് വ്യാഖ്യാനിക്കാം. അത് കഴിഞ്ഞ് പറയണം പ്രസഹ്യ സാഹിനി എന്നാണ്. ഈ രണ്ടാമത്തെ രണ്ട് അക്ഷരങ്ങൾ, ഈ രണ്ട് വാക്കുകൾ, രണ്ടാമത്തെ മൂന്നാം പ്രസഹ്യ സാഹിനെ. ഈ പ്രസഹ്യ സാഹിനി എന്ന് പറയും. പ്രസഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട്, കേവലമായിട്ട്, നമ്മൾ ഇംഗ്ലീഷിൽ ആബ്സല്യൂട്ട് എന്നൊക്കെ പറയും. സാഹിനെ തൃപ്തി അടഞ്ഞത്, പരിപൂർണ തൃപ്തിയുള്ളവനെ എന്നാണ് വിളിച്ചിരിക്കുന്നത്. എന്തർത്ഥത്തിൽ ഈ തൃപ്തി എന്ന് പറയുന്നത്? സമ്പത്തിന്റെ അളവുകൾ എന്താ? സമ്പത്തിന്റെ അളവുകൾ കാശല്ല, തൃപ്തിയാണ്. എനിക്ക് തൃപ്തിയായി എന്ന് പറഞ്ഞാൽ അവനാണ് സമ്പന്നൻ. യഥാർത്ഥ സമ്പത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ തൃപ്തിയാണ്. അതിലെ യഥാർത്ഥ തൃപ്തി എന്ന് പറയുന്നത് പരമാത്മാവിനെ അറിയുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ. ബാക്കിയൊക്കെ പോരാ 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 പോരാ. കുബേരൻ അത് അറിഞ്ഞവനാണെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവന്റെ കയ്യിലെ ലോകത്തിന്റെ പണത്തിനെ കൊടുക്കുള്ളൂ. കാരണം അദ്ദേഹം സ്വയമേവ തൃപ്തനാണ്. അദ്ദേഹത്തിന് ധനത്തിൽ യാതൊരു ആശയില്ല. ഭഗവാനെ അറിഞ്ഞവനാണ്. തപശ്ചര്യകളിൽ കൂടെ യോഗസിദ്ധികൾ കൈവരിച്ചിട്ടുള്ളവനാണ്. അദ്ദേഹം സ്വയമേവ തൃപ്തനാണ്. അതുകൊണ്ടാണ് പ്രസഹ്യ സാഹിനെ. കണ്ടോ, സ്വയമേ ആക്കുമ്പോൾക്കും തൃപ്തിയായി. ഇതിൽ കവിഞ്ഞൊരു സന്തോഷം നമുക്ക് കാണാൻ പറ്റില്ല ജീവിതത്തിൽ. നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഭഗവാൻ ഇങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് കൈപിടിക്കും. നമുക്ക് വേണ്ടി ആരെങ്കിലൊക്കെ അനൗൺസ്മെന്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോ ഈ പ്രസഹ്യ സാഹിനി എന്നുള്ള ആ വാക്ക് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചു കൊടുക്കും. പൂർണ്ണത, പൂർണ്ണ തൃപ്തി. അതുള്ളത് കൊണ്ടുള്ള തൃപ്തിയാവാം, ഇല്ലാത്തത് കൊണ്ട് ഉള്ള ദുഃഖമില്ലായ്മയുമാവാം. എന്താണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അത് പൂർണ്ണ തൃപ്തി. അത് ശരണാഗതി വന്നിട്ടുള്ള ഒരാൾക്കേ സാധിക്കും. എല്ലാം അങ്ങാണ്, സർവ്വതും അങ്ങാണ്, അങ്ങയുടേതല്ലാതായിട്ട് ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. അപ്പൊ കുബേരന്റെ അടുത്ത് രാജാതിരാജൻ ആരാന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും ഭഗവാനാന്ന് പറയും. അല്ലേ? നമ്മൾ അദ്ദേഹത്തെ രാജാതിരാജൻ വിളിക്കും. അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും ഭഗവാനാണെന്ന് പറയും. അപ്പൊ പ്രസഹ്യ സാഹിനി നമോ വയം, നമസ്കരിക്കണം. വയം ഞങ്ങൾ, നമ്മൾ ഓരോരുത്തരും നമസ്കരിക്കണേ. വൈശ്രവണായ കൂർമ്മഹേ, വീണ്ടും വീണ്ടും സാഷ്ടാംഗം നമസ്കരിക്കണം. ആരെ? വൈശ്രവണനെ. അദ്ദേഹത്തിനുണ്ടോ പ്രശസ്തിക്ക് വല്ല കുറവും? അദ്ദേഹത്തിനുണ്ടോ ധനത്തിന് വല്ല കുറവും? അദ്ദേഹത്തിനുണ്ടോ സുഖസൗകര്യങ്ങൾക്ക് വല്ല കുറവും? പക്ഷെ അദ്ദേഹം പ്രസഹ്യ സാഹിനെയാണ്. തൃപ്തി, സ്വയം തൃപ്തി അടഞ്ഞിരിക്കണമാണ്. അകത്ത് തൃപ്തിയുണ്ട്. ഭഗവാനെ കിട്ടിക്കഴിഞ്ഞാളാ, പിന്നെ വേറെ ഒന്നും അദ്ദേഹത്തിന് വേണ്ട. ഗുരുവായൂരപ്പ എന്താ പറയാ, അങ്ങനെ ഒരു തൃപ്തി ഉണ്ടാവാൻ നമുക്കൊക്കെ ഭാഗ്യം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മൾ കുബേര തുല്യരായി. എന്നിട്ട് പിന്നെ പറയാ സമയ കാമാൻ, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ, കാര്യം ഇതൊക്കെയാണെങ്കിലും നമുക്ക് കാര്യം നേടിയേ പറ്റൂ. സമയ കാമാൻ, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ. കാമാൻ എന്ന് പറഞ്ഞ ആഗ്രഹങ്ങൾ, കാമകാമായ. അവിടെ വീണ്ടും കാമശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ കാമം എന്ന് പറഞ്ഞത് ആഗ്രഹം മാത്രമല്ല, ആഗ്രഹിക്കുന്ന വസ്തു എന്നർത്ഥത്തിലും കാമം. അതിനെയും ആഗ്രഹിക്കുമ്പോൾ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചാണ് ഞാൻ ആഗ്രഹിക്കുന്ന വസ്തുക്കളെയും എനിക്ക് തരണം. ഈ വസ്തുക്കളുടെ നാഥനാണ് ഭഗവാൻ. പ്രത്യേകിച്ച് ദ്രവ്യങ്ങളുടെ,
തൊടാൻ പറ്റും. അല്ലാണ്ട് കാണാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു പ്രോമിസ് അല്ല കുബേരൻ തരുന്നത്. ഒരു സ്വർണ്ണക്കട്ടി കൈ തരും, അല്ലെങ്കിൽ ഒരു സന്തോഷം തരും, അല്ലെങ്കിൽ അമൃതം എടുത്തു തരും. എല്ലാം കലവറ സൂക്ഷിപ്പുകാരനാണ്. പ്രപഞ്ചത്തിന്റെ കലവറ മുഴുവൻ അദ്ദേഹത്തിന്റെ കയ്യിലാണ്. പക്ഷെ റെസ്പോൺസിബിളാണ്. ഞാൻ പല പ്രഭാഷണങ്ങളിൽ കുഞ്ഞു മോനൊക്കെ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈഡർമാൻ കാണാറില്ലേ? ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്പൈഡർമാൻ്റെ കഥ. സ്പൈഡർമാൻ്റെ ഒരു ക്യാപ്ഷൻ ഉണ്ട്, വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. എൻ്റെ അർത്ഥം എന്താ? ശക്തി വർദ്ധിക്കും തോറും ചുമതല കൂടുന്നു. ശക്തി വർദ്ധിക്കും തോറും നിലവിട്ട് പെരുമാറരുത്. ഒരാൾ വന്ന് നമ്മളെ വന്ന് ഭർഷിച്ചു എന്ന് വെച്ചിട്ട് അവനെ പൂവെന്ന് പറഞ്ഞിട്ട് ഊതി കഴിഞ്ഞാൽ അവൻ്റെ ജീവൻ പോകും. ശക്തിയുള്ളവൻ. അതുകൊണ്ട് ശക്തിയുള്ളവൻ മനസ്സിലാക്കണം, ഞാനൊന്ന് ഊതിയാവും മരിച്ചു പോകുന്നു, അവന് പ്രാണഹാനി വരുന്നുള്ളതുകൊണ്ട് ക്ഷമിച്ചേക്കണം എന്നാണ്. അതുകൊണ്ടാണ് ധനത്തിനെ ഹാൻഡിൽ ചെയ്യാൻ അറിയണവൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ പറ്റും. ഉത്തരരാമചരിതത്തിലൊക്കെ ഒരു കഥ തന്നെയുണ്ട്. ഒരു കീരി തന്നെ തല്ലിച്ചതച്ച ഒരു ബ്രാഹ്മണന് ശ്രീരാമസ്വാമിയുടെ നിന്ന് ശിക്ഷ വാങ്ങിക്കൊടുക്കും. ശ്രീരാമൻ ചോദിക്കും, ഞാൻ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ കീരി പറയും, അങ്ങയുടെ ഖജനാവിൻ്റെ അധിപതിയാക്കിക്കോളൂ ഇയാളെ. രാമൻ പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഞാൻ ചുരുക്കിയാ പറഞ്ഞത്, രസകരമായിട്ടും കഥയത്. ലക്ഷ്മണൻ ഞെട്ടിപ്പോവും, എന്താ ഏട്ടൻ പറഞ്ഞു? ഏട്ടൻ എന്താ ഭ്രാന്തായോന്ന്. ലക്ഷ്മണന് ഉറക്കം കിട്ടണില്ല. രാമന് മനസ്സിലായി ലക്ഷ്മണന് തൻ്റെ ജഡ്ജ്മെന്റിൽ എന്തോ പ്രശ്നം തോന്നിയിട്ടാണ്. എന്താ നിന്റെ പ്രശ്നം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അങ്ങ് തെറ്റിയില്ല എന്നറിയാം, എന്നാലും എന്തൊരബദ്ധം അത്. ഈ കീരി അതൊരു വിഡ്ഢിയായിരിക്കും. അതിനെ തല്ലിച്ചതച്ചിട്ട് ഉള്ള ഒരു ബ്രാഹ്മണനെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ തുറുങ്കിലടയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമുണ്ട്. അല്ലെങ്കിൽ 2 അടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അയാളെ പിടിച്ചിട്ട് രാജ്യത്തിൻ്റെ ഖജനാവിൻ്റെ അധിപതിയാക്കൂ എന്ന് ചോദിച്ചപ്പോൾ നമുക്കത് അറിയാനായിട്ടാണ്. ആ കീരി മഹാബുദ്ധിമാനാന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ സഭയിലുണ്ടായ സംഭവങ്ങളൊന്നും ആലോചിക്കാൻ പറഞ്ഞു. രാത്രി 12 മണിക്കാണ് കീരി വന്ന് മണിയടിക്കുന്നത്. അപ്പൊ ഭടന്മാർ കല്ലെറിഞ്ഞ് ഓടിക്കും. അപ്പൊ കീരി മനുഷ്യ ശബ്ദത്തിൽ സംസാരിക്കും, ഞാനെന്താ ഈ രാജ്യത്തിലെ പ്രജയല്ലേ, ഇത് രാമരാജ്യമല്ലേ, എനിക്ക് നീതി വേണം, രാമനെ വിളിക്കാന്നാ പറഞ്ഞു. അപ്പോൾ സംസാരിക്കുന്ന കീരി വന്നിരിക്കണം. ഈ കീരി ഒരു സംഭവമുണ്ടോ, കീരി കുബേരന്റെ വളർത്തുമൃഗാണ്. രത്നം തുപ്പിക്കൊണ്ടിരിക്കും, മടിയിൽ എപ്പോഴും ഉണ്ടാവും. കുബേരൻ വൈശ്രവണൻ പാതാളത്തിലുള്ള നാഗന്മാരെ തോൽപ്പിച്ചതിന്റെ ഓർമ്മയാണ് കീരി സർപ്പത്തിന്റെ ശത്രുവാണ്. നാഗലോകത്തെ ധനത്തിന്റെ മുഴുവൻ അധിപതിയായിട്ട് മാറി അദ്ദേഹം. അതിന്റെ നമ്മളൊരു അടയാളമായിട്ട് ഞാൻ അവരെ തോൽപ്പിച്ചതിന്റെ അടയാളം എന്ന് പറഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ വിശേഷപ്പെട്ടൊരു കീരി. ആ കീരിയെ വിളിച്ചുകൊണ്ടിരാൻ പറയുന്നു. ലക്ഷ്മണനെ വിളിക്കും പട്ടാളക്കാർ. ലക്ഷ്മണൻ പറയും, അങ്ങനെ സംസാരിക്കുന്ന കീരിയാണ് വേഗം കൊണ്ടുവരും. അങ്ങനെ അർദ്ധരാത്രി സഭ വിളിക്കാൻ പറയുന്നു കീരി. ശ്രീരാമൻ അനുസരിക്കുകയും ചെയ്യും. ലക്ഷ്മണൻ അത്ഭുതപ്പെടും, എന്താ രാമൻ ഇങ്ങനെ ചെയ്യണം. വിളിച്ചു വരുത്തുമ്പോൾ പറയും, എന്നെ കീരിയുടെ ദേഹത്ത് മുഴുവൻ ബ്ലഡ് അങ്ങനെ ഒഴുകാണ്, മുറിഞ്ഞ് പൊളിഞ്ഞിട്ടുണ്ട്, എവിടെയൊക്കെ പൊട്ടിയിരിക്കുക. നിന്നോട് ആരാണിത് ചെയ്തതെന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഒരു ബ്രാഹ്മണനാണ്. അയാൾ ഞാനിന്ന് ഉച്ചയ്ക്ക് കൊടും ചൂടായിരുന്നു, അങ്ങാടിയിൽ കുറച്ച് വെള്ളം നിലത്ത് കെട്ടിക്കിടക്കണുണ്ട്, അതിൽ സന്തോഷത്തിൽ കയറിയിട്ട് അതിൽ കിടന്ന് ഒന്ന് പൊളഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ബ്രാഹ്മണൻ അതിലേക്ക് അയാളുടെ മേലേക്ക് കുറച്ച് ചെടിവെള്ളം തെറിച്ചു. അയാൾക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് അയാൾ എന്നെ തല്ലി ചതച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ തല്ലി ചതച്ചു എന്നാണ്. അങ്ങനെയാണ് എൻ്റെ ശരീരം ഈ അവസ്ഥയിലായത്, അവനെ ശിക്ഷിക്കണം. ബ്രാഹ്മണനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു ശ്രീരാമസ്വാമി. ബ്രാഹ്മണനെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ചോദിച്ചു, താൻ എന്താ ചെയ്തു? സ്വാമി, ഞാൻ രാവിലെ തൊട്ടിട്ട് ഭിക്ഷ അയച്ചു നടക്കണം, എനിക്ക് 5 പൈസയും കിട്ടിയില്ല, ഒരു വറ്റി ചോറ് കിട്ടിയില്ല, വിശന്ന് വരഞ്ഞ് ഭ്രാന്തായിട്ട് നടക്കുമ്പോൾ ആകെയുള്ള എൻ്റെ ഡ്രസ്സിൽ വൃത്തികെട്ട കീരി ചെളി എറിപ്പിച്ചത്. അപ്പൊ പിന്നെ എങ്ങനെ ഞാൻ സഹിക്കും? ഞാൻ അതിനെ തല്ലി ചാച്ചു, എനിക്കല്ലാണ്ട് വേറൊന്നും പറയാൻ പറ്റില്ല, ഇങ്ങനത്തെ ഇതിനൊക്കെ എന്നെ ശിക്ഷിക്കാൻ പാടുമെന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീരാമൻ കീരിയോട് ചോദിച്ചു, ഞാൻ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. കീരി പറഞ്ഞു, ഖജനാവിൻ്റെ അധിപതിയാക്കാൻ, അങ്ങയുടെ ഖജനാവിൻ്റെ അധിപതിയാക്കാൻ പറഞ്ഞു. അതാണ് ഇപ്പോൾ ലക്ഷ്മണൻ ചോദിച്ചത്, എന്ത് ഭ്രാന്താണ്. അപ്പോൾ ശ്രീരാമൻ പറയാ, ലക്ഷ്മണ, ലോകത്തിൽ 3 തരം ധനങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഒന്ന് സ്ത്രീസ്വം, സ്ത്രീക്ക് ചേരുന്ന പണം, സ്ത്രീയുടെ സ്വത്ത്. 2 രാജസ്വം, രാഷ്ട്രത്തിൻ്റെ രാജാവിൻ്റെ സ്വത്ത്. 3 ഭഗവാന്റെ സ്വത്ത്, ദേവസ്വം. ഇത് 3 കൈയിട്ട് വരാൻ എളുപ്പമാണ്. ഇത് 3 മോഷ്ടിക്കപ്പെടും. സ്ത്രീയുടെ പേരുള്ള സ്വത്തിന് ചോദിക്കാനും പറയാൻ ആരും ഉണ്ടാവില്ല, അവർക്കൊരു നാഥനില്ലെങ്കിൽ. രാജാവിൻ്റെ രാഷ്ട്രത്തിൻ്റെ സ്വത്ത് വിദ്യാമണ്ണം വിനിയോഗിച്ചില്ലെങ്കിൽ അതും കൈയിട്ട് വാരാനും മോഷ്ടിക്കാനും ഇഷ്ടമായ ആൾക്കാരുണ്ടാവും. ദേവൻ വരികയില്ല. നമ്മുടെ നിയമസംഹിതയിൽ അദ്ദേഹത്തിന് 18 വയസ്സിന് താഴെയുണ്ട്, അദ്ദേഹത്തിന് മൈനറായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഏത് ദേവനും ഏത് ക്ഷേത്രത്തിലും. അപ്പൊ ദേവസ്വത്തിലും എല്ലാവർക്കും അറിയുന്ന പോലെ. പക്ഷേ ഇതിൽ കൈയിട്ട് വാരുന്നവന്
ഒരു നരകം വിധിച്ചിട്ടുണ്ട്. ഏതൊരു ധനം അപഹരിക്കുന്നതിനെക്കാട്ടിലും ഭയാനകമായിട്ടൊരു നരകം വിധിച്ചിട്ടുണ്ട് ധർമ്മശാസ്ത്രങ്ങളിൽ. ഒരു കീരിയോട് ക്ഷമിക്കാനുള്ള പക്വതയില്ലാത്ത ഗായത്രി ഉപദേശം കിട്ടിയിട്ടുള്ള ഒരു ബ്രാഹ്മണനാണ്. ഗായത്രി ഉപദേശം കിട്ടിയിട്ടാണ് അയാളെ ദ്വിജൻ, രണ്ടാമത് ജനിച്ചവൻ ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത്. ആ ബ്രാഹ്മണൻ എന്നുള്ള വിളിപ്പേരിന് അർഹതയുള്ള ഒരാളാണ് അതെന്നുണ്ടെങ്കിൽ ആ പിണ്ടാപ്രാണിയോട് ഇത് ചെയ്യും. അപ്പൊ അയാളുടെ പക്വതയില്ലായ്മ എന്താ? അങ്ങനെയുള്ള ഒരുത്തന്റെ കയ്യിൽ ഈ പണം മുഴുവൻ ഏൽപ്പിച്ച അവനത് എങ്ങനെയാ ഹാൻഡിൽ ചെയ്യാൻ ആലോചിച്ച് നോക്ക്. അവൻ കട്ടുപിടിക്കും, നമ്മളവനെ പിടിക്കും, നമ്മളവനെ വധിക്കുമ്പോ അവനെ യമകിങ്കരന്മാര് ഏറ്റവും വലിയ നരകത്തിൽ കൊണ്ടുവരും. അപ്പൊ ഇപ്പൊ ഈ ഭൂമിയിലുള്ള ശിക്ഷ മാത്രമല്ല, അവൻ കൽപ്പങ്ങളോളം കടന്ന് നരകിക്കാനുള്ള ശിക്ഷയാണ് കുയീരി കൊടുത്തിരിക്കണം. നീ ഇത് മനസ്സിലാക്കിയോ ലക്ഷ്മണ എന്ന് പറഞ്ഞു. അതാണ് ധനം കൈയാളുമ്പോ, അതും ഭഗവാന്റെ പേര് കൈയാളുമ്പോ വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഭഗവാൻ എന്ന് പറഞ്ഞ ഒരു ATM മെഷീൻ അല്ല. നമ്മളൊരു കാർഡ് ഇട്ടാൽ പിന്നു കുത്തിയ കാശ് തരാനുള്ളൂ. നമ്മുടെ കർമ്മത്തിനനുസരിച്ചിട്ട് മാത്രമേ നിങ്ങൾ എന്ത് കാണിച്ചാലും കിട്ടുള്ളൂ. അല്ലാത്തത് പ്രകൃതി തിരിച്ചെടുത്തിരിക്കും. അത് മക്കളാവട്ടെ, ധനമാവട്ടെ, മറ്റെന്ത് സമ്പത്തിന്റെ രൂപമാവട്ടെ, ആരോഗ്യവുമാവട്ടെ. ആരോഗ്യം സമ്പത്താണ്. ഗുരുവായൂരപ്പന്റെ പേരിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ധർമ്മശാസ്ത്രങ്ങളിൽ ഗൃഹ്യസൂത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് വിശേഷമായിട്ടുള്ള സൂത്രങ്ങളുണ്ട്. അത് ബ്രാഹ്മണർക്കൊക്കെ അറിയാം എന്താ ഗൃഹ്യസൂത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആപസ്തംഭ ഗൃഹ്യസൂത്രം, ആശ്വരായന ഗൃഹ്യസൂത്രം, ഹിരണ്യകേശ ഗൃഹ്യസൂത്രം, പിന്നെ സാഖ്യായന ഗൃഹ്യസൂത്രം, ഇങ്ങനെ കുറേ ഗൃഹ്യസൂത്രങ്ങളുണ്ട്. അതിൽ നമ്മുടെ നാട്ടിലൊക്കെ ആശ്വലായന ഗൃഹ്യസൂത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആപസ്തംഭൻ എന്ന് ഓരോ മഹർഷിമാർ ഈ ഗൃഹസൂത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മഹർഷിമാരുടെ പേരിലാണ്. വേറെ ഒന്നുമല്ല, എങ്ങനെ ജീവിക്കണം, എന്താ ചടങ്ങുകൾ ചെയ്യേണ്ടത്, ഇതൊക്കെ വിശദമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അതാണ് ധർമ്മസൂത്രങ്ങളാണ്. അതിൽ ആപസ്തംഭ ഗൃഹ്യസൂത്രം എന്ന് പറയുന്ന ഗൃഹ്യസൂത്രത്തിൽ വളരെ വിശദമായിട്ട് കുബേരനെ നിർവചിച്ചിട്ടുണ്ട്. ആ നിർവചിക്കണ കേൾക്കുമ്പോഴാണ് ഒരു തിയറി ഉണ്ട്. ഈ ദേവനും അസുരനും ഒക്കെ മനുഷ്യന്റെ അകത്ത് തന്നെയാണ്. ദേവനും അസുരനും ഒക്കെ മനുഷ്യൻ തന്നെയാണ്. ഇന്നലെ രാത്രി ദേവനായിരുന്നവൻ ഇന്ന് രാവിലെ അസുരനാണ്. ഇന്നലെ ഒരു കാര്യം തീരുമാനിച്ചിട്ട് ഇറങ്ങി പുറപ്പെടണം, നമ്മൾ ഇന്ന് രാവിലെ അത് വേണ്ടാന്ന് തീരുമാനിക്കും. ഇന്നലെ വരെ സ്നേഹമായിട്ടിരിക്കുന്ന ആളെ ഇന്ന് കണ്ടാൽ കൊല്ലണം. അപ്പൊ നമ്മുടെ അകത്ത് തന്നെ ഉണ്ട് ദേവനും അസുരനും ഒക്കെ. അപ്പൊ അതുകൊണ്ട് കുബേരനെ മനുഷ്യനായിരുന്ന ഒരാൾ ദേവത്വത്തിലേക്ക് ഉയർന്നതാണെന്ന് ആപസ്തംഭ മഹർഷി എഴുതി വെച്ചിട്ടുണ്ട്. മനുഷ്യപ്രകൃതിന ദേവാനാം എന്ന് പറഞ്ഞു. അതിന് ഹരദത്തൻ എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യാഖ്യാതാവ് ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ എന്താ വെച്ചാൽ, മനുഷ്യൻ തൻ്റെ കർമ്മശുദ്ധി കൊണ്ട്, തപസ്സുകൊണ്ട് ഈശ്വരനായിട്ട് ഉയർന്നിട്ടുള്ള ദേവന്മാരും. രണ്ടുപേരുടെ എക്സാമ്പിൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന് നന്ദിയേശ്വരൻ, അതേപോലെ കുബേരൻ ദേവനായിട്ട് മാറിയില്ല. ചണ്ഡികേശ്വരനും അങ്ങനെ കേട്ടോ. ചണ്ഡികേശ്വരൻ ശിവലിംഗം ചവിട്ടി ഉടച്ച സ്വന്തം അച്ഛൻ്റെ കാല് മഴുകൊണ്ട് വെട്ടി മുറിച്ചാളാണ്. അദ്ദേഹത്തിനാണ് നമ്മൾ പോയിട്ട് ഇങ്ങനെ കൊട്ടി വിളിക്കുന്നില്ല. അദ്ദേഹം പാപം ധ്യാനിച്ചോട്ടെ, നമ്മളോ ധ്യാനിക്കുന്നില്ല. എന്തിനായി കൈകൊട്ടി വിളിക്കണമെന്ന് എനിക്കറിയില്ല. മഹാദേവനെ നമ്മൾ ആരാധിക്കുമ്പോൾ അദ്ദേഹത്തിനെ ആരാധിക്കണമെങ്കിൽ നമുക്കൊരു ബലം വേണത്രേ. ഭഗവാനെ ആരാധിക്കാൻ ഒരു കഴിവ് നമുക്ക് വേണമെങ്കിൽ അത് തരേണ്ട ആളാ ചണ്ഡേശ്വരൻ. നീലകണ്ഠ പദാംബോജ പരിസ്ഫുരിത മാനസ ശംഭോ സേവാബലേ ചണ്ഡേശ്വര നമസ്തുതേ എന്നാണ് മന്ത്രം. അദ്ദേഹം ധ്യാനനിമഗ്നായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ ഉണർത്തിയിട്ട് തൊഴണം എന്നുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ വിളിക്കണതാണ് ആൾക്കാർ. ആരെ? ചണ്ഡേശ്വരൻ. സ്വന്തം അച്ഛൻ്റെ കാല് വെട്ടിയാളാ, ശിവലിംഗം ചവിട്ടി ഉടച്ച്. അങ്ങനെയുള്ള ആളുകളെ വേണ്ടി ഇങ്ങനെ വിളിക്കണതാണ്. എന്നൊരു റെസ്പെക്റ്റെങ്കിലും കൊടുക്കുക, അദ്ദേഹത്തിനെ പേടിക്കണ്ട. അതേപോലെയുള്ള ഒരാളാണ് കുബേരൻ. അദ്ദേഹത്തിനെ വെറും ഒരു ഗുണ്ടിയക്കാരനായിട്ട് കാണല്ലേ എന്ന് ഞാൻ പറയുന്നത് ഏറ്റവും സ്നേഹത്തോടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ദേവന് ഉയരാം, മനുഷ്യന് ഉയരാം, ഒരു അസുരന് ഉയരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. എന്തുകൊണ്ട് അദ്ദേഹത്തിന് അസുരൻ എന്ന് ഞാൻ പറയുന്നു? അദ്ദേഹം വെറും യക്ഷൻ എന്നുള്ള ക്ലാസിഫിക്കേഷനിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് എന്തിനും വേദമാണല്ലോ പ്രമാണം. വേദത്തിൽ, ഋഗ്വേദത്തിൽ കുബേരനെ നമുക്ക് കാണാൻ പറ്റില്ല. ഒറ്റ മന്ത്രം പോലും കാണാൻ പറ്റില്ല.
യജുസിൽ കാണാൻ പറ്റും, യജുർവേദത്തിലും ഇല്ല. നമ്മുടെ മറ്റ് പല ദേവന്മാരുടെയും സൂക്തങ്ങളും മന്ത്രങ്ങളുമായിട്ടൊക്കെ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഭദ്രകാളിയുടെ പോലും ഉണ്ട്. അമ്മ നേരിട്ട് അമ്മയായിട്ട് പറയുന്നില്ലെങ്കിലും വിശ്വദേവന്മാർക്കുള്ള കേശിം കേശഗ്ര കേശിം വിഷം കേശിം വിഭർത്തി രോധസിം എന്ന് തുടങ്ങുന്ന ഭദ്രകാളിയുടെ ഇഷ്ടസൂക്തം തന്നെയുണ്ട്. അങ്ങനെ അനേക മന്ത്രങ്ങളുള്ളതിൽ സോമയാഗത്തിലും സാമത്തിലും സാമവേദത്തിലും കുബേരന്റെ മന്ത്രങ്ങൾ കാണാൻ പറ്റില്ല. കുബേരനെ കുറിച്ച് ആദ്യത്തെ മന്ത്രം നമ്മൾ കാണുന്നത് അഥർവവേദത്തിലാണ്. കാരണം അഥർവകാലം ആയപ്പോഴേക്കും മനുഷ്യന് ശത്രുക്കൾ ഉണ്ടായിക്കഴിഞ്ഞു, പണത്തിന്റെ ആവശ്യം വന്നു കഴിഞ്ഞു, രോഗങ്ങൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞു. ഈ അഥർവം എന്ന് പറഞ്ഞാൽ ദുർമന്ത്രവാദമല്ല കേട്ടോ. ഏതെങ്കിലും സിനിമ കണ്ടിട്ട് അങ്ങനത്തെ അബദ്ധധാരണകൾ വെച്ച് പുലർത്തരുത്. അഥർവം ബാക്കി 3 വേദങ്ങളും ബ്രഹ്മദേവന്റെ മുഖത്തുനിന്ന് ഉണ്ടായതാണെങ്കിൽ അഥർവം മനുഷ്യനായിട്ടുള്ള ഒരു ഋഷി അങ്കിരസ്, പ്രത്യങ്കിരസ് എന്ന് പറയുന്ന അഥർവണ മഹർഷി, അദ്ദേഹത്തിന്റെ മുഖത്തുനിന്ന് വെളിപ്പെട്ടതാണ്. അദ്ദേഹം അത് വേദമാണെന്ന് പറഞ്ഞപ്പോൾ ദക്ഷനെ പോലുള്ളവർ സമ്മതിച്ചില്ല. താൻ പോടോ, ഇതൊന്നും വേദമല്ല എന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ചപ്പോൾ മഹാദേവന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഭഗവാനെ എനിക്കറിയില്ല, എനിക്കിങ്ങനെ വെളിപാടുകൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞു എനിക്ക് ഭ്രാന്താണെന്ന് എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിനക്ക് വെളിപ്പെട്ടതും വേദം തന്നെ. മഹാദേവന്റെ ആ ഒരൊറ്റ വാക്കിനാണ് അഥർവത്തിന് വേദത്തിന്റെ സ്ഥാനം കിട്ടണത്. അതിനാണ് ദക്ഷൻ ദേഷ്യം വരുന്നത്. ഞാൻ വേദമല്ല എന്ന് പറഞ്ഞു, നീ വേദം എന്ന് പറയും. അങ്ങനെ ആ വൈരം ഇരിക്കണ കാലത്തിന് സ്വന്തം വളർത്തുപുത്രിയായിട്ടുള്ള സതി ഭഗവാനെ പ്രണയിച്ച് വിവാഹം ചെയ്യണം. അപ്പൊ ആ ദേഷ്യം വർദ്ധിച്ചാണ്. അഥർവത്തിന്റെ ഉത്ഭവത്തിലാണ് ഭഗവാനും ദക്ഷനും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാവണം. അപ്പൊ ഈ അഥർവം പിറന്നതിന് ശേഷമായിരിക്കാം കുബേരന്റെ ഉൽപ്പത്തി എന്ന് നമുക്ക് കണക്കാക്കാം. കാരണം അഥർവം തൊട്ടേ കുബേരനെ മെൻഷൻ ചെയ്തു, മന്ത്രങ്ങൾ പറയുന്നുണ്ട്. കുബേര വൈശ്രവണൻ എന്ന് പറഞ്ഞ് സൂചിപ്പിച്ചു പോകുന്നു. അപ്പൊ ഈ ആവസ്തംഭ സൂത്രത്തില് കുബേരനെ പ്രീതിപ്പെടുത്താൻ ഒരു മെത്തേഡ് പറയുന്നുണ്ട്. സാധിക്കുന്ന ആൾക്കാർക്ക് പരീക്ഷിച്ച് നോക്കാം. ധനസമൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ആദ്യം ഉത്തരായണ കാലത്ത്, ഇതിപ്പോ കർക്കിടകം വരണ സമയമാണ് ഉത്തരായണ കാലം, മകരവിളക്ക് തുടങ്ങിയിട്ട് അല്ലേ. ആ ഉത്തരായണ സൂര്യൻ വടക്കോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു ദിവസം രാത്രി പൂർണ്ണമായിട്ട് ഉപവാസം ഇരിക്കണം. ആദ്യം ഒരു പൂയം നക്ഷത്രം വരണതിന് മുമ്പ്. അത് സൂത്രത്തിൽ എഴുതിയിരിക്കുന്നത് തിഷ്യ നക്ഷത്രം തുടങ്ങുന്നതിന് മുമ്പാണ്. തിഷ്യച്ച പുഷ്യ നക്ഷത്രം, പൂയ നക്ഷത്രം. അപ്പൊ പൂയം നാള് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ദിവസം രാത്രി വെളുത്ത പക്ഷത്തില്, വെളുത്തവാവിന്റെ ആ വരണ ആ സമയത്ത് വെളുത്ത പക്ഷത്തില് ചന്ദ്രൻ വർദ്ധിച്ചു വരുമ്പോ ഒരു രാത്രി പൂർണ്ണമായിട്ട് ഉപവസിക്കണം. അതുകൊണ്ട് കുബേരനെ കിട്ടില്ല. അതായിട്ടില്ല. പൂയം നക്ഷത്രത്തിന്റെ അന്ന് പാൽപായസം കൊണ്ട് കുബേരന് ഹോമം ചെയ്യും. അതും പോരാണ്ട് ഒരു ബ്രാഹ്മണന് നെയ്യ് ചേർത്ത പാൽപായസം കൊണ്ട് ഭക്ഷണം കൊടുക്കണം. അതുകൊണ്ടായില്ല. ഇനി അടുത്ത പൂയം നക്ഷത്രം വരണവരെ എല്ലാ ദിവസവും ഇത് ചെയ്യണം. ഇനി അടുത്ത പൂയം നക്ഷത്രം അടുത്ത മാസല്ലേ, അതായെന്ന് വെച്ചാലോ ഇല്ല, ആയിട്ടില്ല. അതിന്റെ ആ പൂയം നക്ഷത്രം വീണ്ടും വരുന്ന ദിവസം തൊട്ടിട്ട് ബ്രാഹ്മണരുടെ എണ്ണം കൂട്ടി 2 പേർക്ക് കൊടുക്കാൻ തുടങ്ങണം. അങ്ങനെ അടുത്ത പൂയം നക്ഷത്രം വരെ പോകണം. ആ പൂയം നക്ഷത്രം എത്തുമ്പോൾ ബ്രാഹ്മണരുടെ എണ്ണം കൂട്ടി 3 ആക്കണം, 4 ആക്കണം, 5 ആക്കണം, 6 ആക്കണം, 7 ആക്കണം, അങ്ങനെ പോകണം. അങ്ങനെ ഒരു വർഷക്കാലം ചെയ്ത് കഴിയുമ്പോൾ കുബേരൻ പ്രത്യക്ഷപ്പെടുന്ന. അപ്പൊ നമ്മളെ കൊണ്ട് എന്തിനാണ് ചെയ്യിപ്പിക്കണത്? നമ്മളെ വെറുതെ മെനക്കെടുത്തിക്കാനല്ല, കർമ്മശുദ്ധി ഉണ്ടാക്കാനാണ്. നമ്മൾ കർമ്മശുദ്ധി വരുത്തിയാൽ പ്രപഞ്ചത്തിലെ സകല ശുദ്ധികളും സകല വസ്തുക്കളും, ശുദ്ധി എന്ന് പറഞ്ഞാൽ എവിടെ നിങ്ങൾക്ക് ഭഗവാനെ കാണാൻ സാധിക്കണ്ടോ അത് ശുദ്ധി, എവിടെ നിങ്ങൾക്ക് ഭഗവാനെ കാണാൻ സാധിക്കില്ലയോ അവിടെ അശുദ്ധി. ഇത്രയേ ഉള്ളൂ ശുദ്ധിയുടെ അശുദ്ധിയുടെയൊക്കെ നിർവചനം. ഭഗവാനെ നിങ്ങൾക്ക് ഏറ്റവും വൃത്തികെട്ട വസ്തുവിൽ കാണാം. അതുകൊണ്ടാണ് അഘോരികൾ ശവം കഴിക്കുന്നത്. നിങ്ങൾക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. സകലതും ശിവനാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അറപ്പുണ്ടാവുക? അറപ്പാണ് ഏറ്റവും വലിയ ശത്രു. അത് ആദ്യം മനസ്സിലാക്കിക്കോളൂ. അറപ്പും ഭയവും മാറ്റിക്കഴിഞ്ഞാൽ, അറപ്പ് തന്നെ ഒരു ഭയ, എനിക്ക് അത് കഴിച്ചാൽ അത് തൊട്ടാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ള ഭയം. അപ്പൊ ആ ഭയം അതാണല്ലോ ഈശ്വരന്റെ ചൈതന്യ ലക്ഷണം. എനിക്കൊരു 40 മിനിറ്റ് കൂടെ പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എത്തിയിട്ടില്ല. അതാണ്. എന്തായാലും കുബേരനിലേക്ക് തന്നെ നമുക്ക് പോവാം. കുബേരൻ എന്നുള്ള വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, കുചേല കീറിയ വസ്ത്രം ധരിച്ചവനെ വിളിച്ച് കളിയാക്കുമ്പോൾ നമ്മള് കാശില്ലാത്തവനെ കളിയാക്കണം നമ്മുടെ നാട്ടിലെ സ്വഭാവമാണ്. കാശുള്ളവനെ കൂടുതൽ കളിയാക്കും. അവന്റെ മുന്നിൽ ഒച്ചാനിച്ച് നിൽക്കും. അപ്പുറത്ത് പോയിട്ട് അവൻ ഇനി ഇല്ലാത്ത ഒക്കെ പറയും. കുബേരസ്വാമിയെ കാണുമ്പോൾ അങ്ങനെയാണ്, വൈശ്രവണ എന്നൊക്കെ വിളിക്കും. മാറി നിന്നിട്ട് കുബേരൻ എന്ന് പറയും.
സ്വാമി മുന്നിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കുബേരാന്ന് വിളിച്ചാണ്ടല്ലോ, മഹാമോശ. കാണാൻ കൊള്ളാത്തവനെ എന്നാ വിളിക്കുന്നത്, മഹാമോശമായിട്ടുള്ള ശരീരമുള്ളവനെ. ഡയറക്റ്റ് അർത്ഥം. ഇനി വ്യാഖ്യാനിച്ച അർത്ഥം ഉണ്ടാക്കാം. കു എന്ന ശബ്ദം കൊണ്ട് ഭൂമി, വേരം എന്ന ശബ്ദം കൊണ്ട് വീരൻ, ഹീറോ. അപ്പൊ ഭൂമിയുടെ വീരൻ, ഭൂമിയെ ജയിച്ചവൻ എന്ന അർത്ഥത്തിൽ കുബേരൻ എന്ന് നമുക്ക് വളരെ റയറായിട്ടൊരു അർത്ഥം അറിയാം. അല്ലെങ്കിൽ ബേരം, കളയബരം, ബേരം ശരീരം, അത് മോശമായിട്ടുള്ളവൻ, ശരീരം കാണാൻ ഒട്ടും കൊള്ളാത്തവൻ. അതെന്താന്ന് ഞാൻ വഴിയെ പറയാം. നമ്മൾ ഈ ചിത്രങ്ങളിൽ കാണുന്ന ആളല്ല കുബേരന്റെ യഥാർത്ഥ ധ്യാനരൂപം. അസാമാന്യമായിട്ടുള്ള ഭയത്തെ ഒരു സാധാരണ മനുഷ്യൻ ഉളവാക്കുന്ന രൂപമാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം യക്ഷനാണ്, ഇഷ്ടമുള്ള രൂപം സ്വീകരിക്കാം. യക്ഷന്മാരുടെ ഗുണമാണ് അവർ പുണ്യജനങ്ങളെന്ന് അവരെ വിളിക്കുക. മഹാശിവഭക്തരാണ് അവർ. പുരുഷനാണെങ്കിൽ യക്ഷൻ, സ്ത്രീയാണെങ്കിൽ യക്ഷി. നമ്മുടെ നാട്ടിൽ പറയുന്ന യക്ഷിയല്ല ഈ യക്ഷി. നമ്മുടെ നാട്ടിൽ കേരള സമ്പ്രദായത്തിൽ നമ്മൾ പറയുന്ന യക്ഷി അല്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ യക്ഷി എന്ന് പറഞ്ഞാൽ ദുരാത്മാക്കൾ എന്ന അർത്ഥത്തിലാണ് നമ്മുടെ യക്ഷി എന്നുള്ള ശബ്ദം. നമ്മുടെ നാട്ടിൽ അത് വരാനുള്ള കാരണം ജൈനമതത്തിലെ ആരാധ്യ ദേവതകളായിരുന്ന യക്ഷികളെ ജൈനമതത്തിനെ ചവിട്ടി താഴ്ത്തിയപ്പോൾ അവരെ ഒന്ന് മോശമാക്കാൻ വേണ്ടിയിട്ട് ആക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നും യക്ഷികളുടെ പേരുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജൈനനാമങ്ങൾ കാണാൻ പറ്റും. പക്ഷെ ഇവിടെ യക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുബേരവംശത്തിലെ സ്ത്രീകളാണ്. അവർ കറുത്ത് തടിച്ചു ഉരുണ്ടിട്ടൊക്കെ ഇരിക്കും, കണ്ടാ പേടിച്ചു. പക്ഷെ ആവശ്യാനുസരണം അതിസുന്ദരനാവാം, അതിസുന്ദരിയാവാം, മരമാവാം, ചെടിയാവാം, മൃഗമാവാം, അവർക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യും. അവരുടെ ഏറ്റവും വലിയ ഹോബി എന്താ അറിയാം? അവരുടെ വിനോദം കടങ്കഥ. അവർക്ക് കടങ്കഥകൾ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ കണ്ട അപ്പോൾ ഒരു കടങ്കഥ ചോദിക്കും. കുബേരനെ സന്തോഷിപ്പിക്കാൻ ഏറ്റവും ഭയങ്കര ഇഷ്ടം അദ്ദേഹത്തിന് കുറച്ച് കടങ്കഥകൾ അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അദ്ദേഹം ഉത്തരം കണ്ടുപിടിക്കാൻ ആലോചിക്കും. അദ്ദേഹം നമ്മളോട് കടങ്കഥകൾ ചോദിക്കും. കടങ്കഥ ഭയങ്കര ഇഷ്ടമാണ് യക്ഷന്മാർക്ക്. യക്ഷപ്രശ്നം എന്ന് കേട്ടിട്ടില്ലേ മഹാഭാരതത്തിൽ? ജലം കുടിക്കാൻ വേണ്ടി പാണ്ഡവന്മാർ മുമ്പ് ഒരു കൊക്കി ഇരുന്നിട്ട് ചോദ്യം ചോദിക്കും. ഉത്തരം പറയാണ്ട് കുടിക്കണവരൊക്കെ മരിച്ചു വീഴും. അവസാനം യുധിഷ്ഠിരൻ മാത്രം പോയിട്ട് ക്ഷമയോടുകൂടി എല്ലാ ഉത്തരവും പറയുമ്പോൾ യക്ഷം പ്രത്യക്ഷപ്പെട്ടു. ആ കുബേരന്റെ അനുയായികളായിട്ട് അതിപ്രസിദ്ധരായിട്ടുള്ള യക്ഷന്മാരുണ്ട്. ഗുഹ്യകൻ, ഇടിമിന്നൽ അദ്ദേഹത്തിന്റെ ആയുധം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഗുഹ്യകാധിപതി, ഗുഹ്യാധീശ്വരൻ എന്നൊക്കെ പറയും കുബേരൻ. ഗുഹ്യകൻ എന്ന് പറയുന്ന ഒരു അനുചരൻ, ഒരു പാർഷദൻ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം കുബേരന്റെ സകല നിധികളുടെയും കാവൽക്കാരനായിട്ടുള്ള ഒരാളാണ്. ഞാൻ എന്തുകൊണ്ട് അവരെയൊക്കെ പേരെടുത്ത് പറഞ്ഞാൽ അവരൊക്കെ ഇവിടെ ഉണ്ട്. അവരൊക്കെ സന്തോഷിക്കട്ടെ. എപ്പോഴും ഇപ്പൊ നമ്മൾ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ആൾക്കാർ, സദസ്സിലിരിക്കുന്നവർ ആരെങ്കിലും ആളുടെ പേരെടുത്തപ്പോൾ ഞാൻ പറഞ്ഞാൽ അവർക്കൊരു സന്തോഷം ഉണ്ടാവില്ല മനസ്സിൽ. ഗുരുവായൂരപ്പായതിന് അവസരം വന്നില്ലേ? അപ്പൊ അതുകൊണ്ട് പറയും അവർക്കൊക്കെ നമസ്കാരം. ഭഗവാന്റെ പാർഷദന്മാർക്കൊക്കെ സാഷ്ടാംഗ നമസ്കാരം. അവരൊന്നും എന്താ ഇവിടെ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ മാത്രം ഇവിടെ ഇരിക്കുന്നു എന്നാണ് വിചാരിക്കണേ? ഈ കാണായ ജനങ്ങളെക്കാട്ടിലൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ടാവും നമുക്കറിഞ്ഞൂടാ. കാരണം മന്ത്രങ്ങൾ കൊണ്ടാണ് ആചാര്യന്മാരിവിടെ ഹോമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടെ തന്നെ ഇനി വേറൊരാളുണ്ട്, മണിഭദ്രൻ, മണിവീരൻ എന്നും പറയും അദ്ദേഹത്തിന്, മാണിഭദ്രൻ എന്നും പറയും അദ്ദേഹത്തിന്. മാണിഭദ്രന് ബുദ്ധമതത്തിൽ വലിയൊരു പ്രാധാന്യമുണ്ട്. ആയുർവേദ ചികിത്സ, പ്രത്യേകിച്ച് ഈ ആർഷസ്, മൂലക്കുരു എന്ന് പറഞ്ഞ അസുഖം ഉണ്ടല്ലോ, അതിനൊക്കെ ആയുർവേദശാലയിൽ പോയി കഴിഞ്ഞാൽ എഴുതിത്തരുന്നൊരു മരുന്നുണ്ട്, മാണിഭദ്ര ലേഹ്യം. കേട്ടിട്ടുണ്ടോ? കാട്ടുചേനയാണ് അതിൽ പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. ഈ മാണിഭദ്ര ലേഹ്യത്തിന്റെ സ്രഷ്ടാവ് കുബേരന്റെ അനുചരനായിട്ടുള്ള ഈ മണിഭദ്രനാണ്. ബുദ്ധൻ, ശങ്കരൻ, ഇവർക്കൊക്കെ അനേക സമയം, അനേക കാലം ഇരുന്ന് തപസ് ചെയ്യുന്നത് കൊണ്ട് ഇരുന്നിട്ട് അവർക്കൊക്കെ വന്നിട്ടുള്ള ഒരു അസുഖമാണ് ഫിസ്റ്റുല, ഭഗന്തരം. ഇരുന്നിരുന്ന് ജോലി ചെയ്യുന്നവർക്ക് വരുന്നതാണ്. അപ്പൊ അനേക കാലം തപസ്സിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ചൂടുകൊണ്ടുണ്ടാവും. നമ്മുടെ സമീപ കാലഘട്ടത്തിൽ തന്നെ ഒരു മഹാത്മാവ് യഥാർത്ഥ തപസ്സിന്റെ ചൂടറിയണമെങ്കിൽ ഇരിക്കണ ഇരിപ്പിടത്തിന്റെ മുകളിൽ കുറച്ച് നെല്ല് വെതറുക, എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു തുണി വിരിക്കുക, എന്നിട്ട് അതിൽ ഇരിക്കുക. നെല്ല് ഇങ്ങനെ പൊട്ടും, മലരവും. സിദ്ധി ലക്ഷണമാണ്. കാഞ്ചി പരമാചാര്യർ അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ശൃംഗേരി പീഠാധിപതി നരസിംഹഭാരതി സ്വാമികൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സിദ്ധിയുടെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് നെല്ല് കൊണ്ടുവരാൻ പറഞ്ഞു. വെതറി തുണി വിരിച്ചിട്ട് അതിൽ ഇരുന്നു. ധ്യാനിക്കാൻ ഇങ്ങോട്ട് തുടങ്ങി. ധ്യാനിക്കാൻ തുടങ്ങി നെല്ല് പൊട്ടാൻ തുടങ്ങി, മലരാവാൻ തുടങ്ങി. അത്ര താപം ഉണ്ടാവും. താപം, തപസ്, അതാണ് സിദ്ധിയുടെ ലക്ഷണം. നമ്മളൊന്നും എവിടെ എത്തിയിട്ടില്ല, നമ്മളെ മനസ്സിലാവുക.
ഈ കാട്ടിക്കൂട്ടുന്നത് നമ്മൾ എവിടെയും എത്തുന്നില്ല. നമ്മുടെ കാലഘട്ടത്തിൽ ഫേസ്ബുക്ക് സ്പിരിച്വാലിറ്റിയും യൂട്യൂബ് സ്പിരിച്വാലിറ്റിയും ഉണ്ടോ? പിന്നെ തീർത്ഥാടന പാക്കേജ്. സ്വന്തം മുറ്റത്തിരിക്കുന്ന ഭഗവാനെ മറന്നിട്ടാണ് എവിടെയോ ഇരിക്കണതിനെ തപ്പിപ്പോകുന്നത്. അപ്പോൾ സിദ്ധിയുടെ ലക്ഷണം ഇത് നേടിയിട്ടുള്ള ബുദ്ധൻ ഭഗന്തരൻ കൊണ്ട് ബുദ്ധിമുട്ടിയപ്പോൾ കുബേരനൊരു സ്വഭാവമുണ്ട്. ഒരാൾ പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞ് അദ്ദേഹത്തിന് സഹായിക്കും. അതാണല്ലോ യഥാർത്ഥ ധനവാന്റെ ലക്ഷണം. ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞു, ബുദ്ധൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മണിഭദ്രനെ അയക്കുകയാണ്, നീ പോയിട്ട് മരുന്ന് കൊടുക്കുക. അങ്ങനെ മണിഭദ്രൻ പോയിട്ട് കൊടുത്തതാണ് ഇതിൻ്റെ ചേരുവ. അതുകൊണ്ട് നമുക്കിന്ന് മാണിഭദ്ര ലേഹ്യം കിട്ടി. ഈ മാണിഭദ്ര ലേഹ്യത്തിൻ്റെ ഉപജ്ഞാതാവ് അദ്ദേഹമാണ്. അപ്പം ഞാൻ സന്ദർഭവശാൽ അത് പറഞ്ഞു. ഇനി കുബേരൻ്റെ കുടുംബങ്ങളുണ്ട്. കുബേരൻ്റെ പത്നിയെ ഹരിതി എന്ന് പറയുന്നുണ്ട്. ഹരിതി വേദകാലത്ത് ഒരു പിശാചിനിയാണ്. അതാണ് അതിൻ്റെ രസം. കുട്ടികളെ പിടിക്കുന്ന ഒരു പിശാചിനിയാണ്. ബുദ്ധൻ അവളുടെ തന്നെ കുട്ടിയെ, പിങ്കള എന്ന് പറയുന്ന മകളെ ഒളിപ്പിച്ചു വെച്ചു. നേരത്തെ ഒരു മോള് ഇവിടെ കാണാതെ, അമ്മയെ കാണാണ്ട് വിഷമിച്ചു നടന്നില്ലേ, ബുദ്ധൻ പിടിച്ച് ഒളിപ്പിച്ചു വെച്ചു. ബുദ്ധൻ അങ്ങനെ ചെയ്യാത്ത ആളാ. എന്തിനാ ചെയ്യുന്നത്? അവൾ അന്വേഷിച്ചു വന്നാൽ പറഞ്ഞു, നീ അറിയണം സ്വന്തം കുട്ടികളെ കാണാതാവുമ്പോഴുള്ള സങ്കടം എന്താണെന്ന്. അപ്പോൾ അവൾ ആനന്ദ എന്നുള്ള സ്വരൂപത്തിലേക്ക് മാറിയതാണ്. പൈശാചഭാവം പിടിച്ചിട്ടാണ് ബുദ്ധമതത്തിലൊരു കഥയുണ്ട്. പക്ഷെ മഹാഭാരതത്തിൽ വരുമ്പോൾ മുരാസുരൻ ഭഗവാന്റെ കൈകൊണ്ട്, ഗുരുവായൂരപ്പന്റെ കൈകൊണ്ട് നരകാസുരന്റെ കൊട്ടാരത്തിന്റെ മുന്നിൽ വെച്ച് മരിച്ച മുരാസുരന്റെ, മുരാരേ എന്ന് നമ്മൾ വിളിക്കില്ലേ ഗുരുവായൂരപ്പനെ, മുരാന്തക, ആ മുരാസുരന്റെ മകളായിട്ടുള്ള ഭദ്രയെ കുബേരൻ വിവാഹം ചെയ്തു. അസുരവംശത്തിൽ നിന്നാണ് വിവാഹം ചെയ്തത്. ആ അമ്മയ്ക്ക് ഒരു പേരുണ്ട്, ഋദ്ധി എന്നും പേരുണ്ട്. ആ ഋദ്ധിയെ ശ്രീസൂക്തത്തിൽ വിളിക്കുന്നുണ്ട്. അതാണ് രസം. ശ്രീസൂക്തം ഋക്കിലും യജുസ്സിലും ഉണ്ട്. കുബേരനെ കുറിച്ച് മിണ്ടുന്നില്ല, ഒരു സൂചന കൊടുക്കുന്നുണ്ട്. അത് ഞാൻ സമയമുണ്ടെങ്കിൽ ലാസ്റ്റ് പറയാം. കാരണം സൂര്യാസ്തമനായി, ശ്രീസൂക്തല്ല. അപ്പോൾ ഈ ഭദ്ര എന്ന് പറയുന്ന ആ ദേവിയുടെ പേര് തന്നെ നോക്കൂ, ഭയത്തെ ദ്രവിപ്പിക്കുന്നതാണ് ഭദ്ര. ഭദ്രകാളിക്ക് ആ പേര് വരാനും കാരണമാണ് ഭയത്തെ ദ്രവിപ്പിക്കുക, ഭയത്തെ ഇല്ലാണ്ടാക്കണവള്. അപ്പൊ ആ ഭദ്ര എന്നാണ് ആ ദേവിക്ക് പേര് കൊടുത്തത്. അവർക്ക് 4 മക്കളാണ്. രണ്ടുപേരും നിങ്ങൾക്കറിയാം, നളകൂപരനും മണിഗ്രീവനും. ഇവർ രണ്ടുപേരുമാണ് ഒരല് കെട്ടിയിട്ടിട്ട് പൊന്നുണ്ണി കണ്ണൻ ഇങ്ങനെ വലിച്ചോണ്ട് പോകുമ്പോൾ ആ 2 അർജുന വൃക്ഷങ്ങളായിട്ട് നിന്ന ആൾക്കാർ. ഈ മണിഗ്രീവന് വേറൊരു പേര് കൂടിയുണ്ട്, വർണ്ണകവി, കളർഫുൾ പോയിന്റ്. കാരണം അദ്ദേഹം ഗംഭീരമായിട്ട് കവിതകൾ എഴുതുന്നു മണിഗ്രീവൻ. ഭാഗവതത്തിൽ മണിഗ്രീവനെ കുറിച്ചൊന്നും കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷെ മണിഗ്രീവൻ കഴുത്തിൽ അതിവിശിഷ്ടമായിട്ടുള്ള രത്നം ധരിച്ചിട്ടുള്ള കഴുത്തുള്ളവനാകിയാണ് മണിഗ്രീവം. ഗ്രീവം ച കഴുത്ത്. ദുഃഖം വന്ന് തളം കെട്ടി നിൽക്കുന്ന സ്ഥലം ഇതാണ് ഗ്രീഫ്, ഗ്രാവം. ഇത് ഇവിടെയാണ് നിൽക്കുക. അതുകൊണ്ടാണ് ഗ്രീവം. അതിരാത്ര വേദയാഗാണ്, അതിരാത്രത്തിലൊക്കെ ഉണ്ട് ഗ്രാവസ്തോതൻ, ദുഃഖത്തിനെ സ്തുതിക്കണമെന്ന് പറഞ്ഞിട്ട് പുരോഹിതൻ തന്നെയുണ്ട്. അപ്പോ അങ്ങനെ ഈ മണിഗ്രീവന്റെ താഴെ മായുരാജൻ എന്ന് പറഞ്ഞിട്ടൊരു പുത്രൻ. മായുരാജന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ പോലെ ഇരിക്കുന്ന മൃഗങ്ങളുടെ ഒക്കെ രാജാവ് അദ്ദേഹമാണ്. വാനരന്മാര്, കിന്നരന്മാര്, ഇങ്ങനത്തെ ആൾക്കാർ, കുതിരത്തല, സിംഹത്തല, ഇങ്ങനെയൊക്കെ ശരീരമുള്ള ആൾക്കാരുടെ രാജാവ് ഈ മായുരാജനാണ്. പിന്നെ ഏത് ആളാണെങ്കിലും ഒരു മോള് കണ്ടേ വീട്ടിൽ, ഒരു സന്തോഷത്തിന്. അങ്ങനെ ഒരു ഐശ്വര്യമായിട്ട് ഒരു മകളും, പേര് മീനാക്ഷി എന്നാണ്, അമ്മയുടെ പേരായിട്ടിരിക്കണം. ഉമയുടെ പേര് തന്നെയാണ് മകൾക്ക് ഇട്ടിരിക്കുന്നത്, മീനാക്ഷി. അങ്ങനെ 4 സന്തതികളോട് കൂടിയിട്ടാണ് കുബേരന്റെ കുടുംബം. അതിൽ ഈ നളകൂപര മണിഗ്രീവന്മാര് അഹങ്കാരം കൊണ്ട് അച്ഛന്റെ സമ്പത്തിൽ മതിമറന്ന് അഹങ്കരിച്ചിട്ട് വിവസ്ത്രരായിട്ട് ഗന്ധർവ സ്ത്രീകളോടൊപ്പം സന്ധ്യാനേരത്ത് സരസിൽ കുടിച്ചുകൊണ്ട് വന്നു. നാരദ മഹർഷി അതിലെ കടന്നു പോകുമ്പോൾ അവർ നാരദനെ കണ്ടുമില്ല, ഗവിച്ചില്ല. നാരദൻ ഇത്രേ ചിന്തിച്ചുള്ളൂ, എന്നെ കണ്ടു ഗവിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ശപിച്ചു എന്നൊക്കെ ഇവിടെ പലരും പറഞ്ഞേക്കാം. അതൊന്നുമല്ല കാരണം. അദ്ദേഹമൊക്കെ അതിൻ്റെയൊക്കെ അപ്പുറത്തെത്തിയ ആളാണ്. ആര് മാനിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, അവരെ പോലുള്ള ആൾക്കാർക്ക് നമ്മളാരാ? നമ്മൾ മാനിച്ചാലെന്താ, മാനിച്ചില്ലെങ്കിലും അവർ ഭഗവാനെ ആരാധിച്ച് നടക്കുന്ന മഹത്തുക്കൾ. അദ്ദേഹം ഇത്രയും ചിന്തിച്ചുള്ളൂ, ഇത്രയും വലിയ അച്ഛൻ്റെ മക്കളായിട്ട് ഇവരിങ്ങനെ അധപ്പതിച്ചല്ലോ. ആ കുബേരന് നാളെ ഈ മക്കളെ കൊണ്ട് ദുഃഖമില്ലാതിരിക്കാൻ ഇവരെ ശിക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. കുബേരനോടുള്ള സ്നേഹം അതാണ്. നല്ല അച്ഛന്മാർക്ക് വഴിതെറ്റിപ്പോണ മക്കളുണ്ടായാലും ആചാര്യന്മാർ എവിടെയെങ്കിലുമൊക്കെ നിന്നിട്ട് അവരെ രക്ഷിക്കും.
അതുകൊണ്ടാണ് നമ്മൾ നല്ലത് ചെയ്യണം, നമ്മുടെ മക്കൾക്ക് നാളെ ഗുണമുണ്ടാവാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നാരദൻ ആ കുബേരന്റെ പുണ്യത്തിന്റെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ശപിക്കും. എന്താ ശപിച്ചത്? നിങ്ങൾ രണ്ടും മരങ്ങളായിട്ട് പോട്ടെ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമില്ലായ്മയുടെ ഏറ്റവും വലിയ അവസ്ഥയാണ് മരമായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ. ആര് വന്ന് നമ്മളെ എന്ത് ചെയ്താലും നമുക്ക് ഒന്നും തിരിച്ചു ചെയ്യാൻ പറ്റില്ല, എല്ലാം അനുഭവിക്കണം. എന്നാൽ നമ്മുടെ ഫലങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. പരോപകാരം ശീലിപ്പിക്കണം. 100 ദേവവർഷങ്ങൾ നിങ്ങൾ ഇങ്ങനെ നിൽക്കട്ടെ എന്നാ ശപിച്ചത്. നമ്മുടെ 1 വർഷമാണ് പിതൃക്കളുടെ 1 ദിവസം, അവരുടെ 1 വർഷമാണ് ദേവന്മാരുടെ 1 ദിവസം, അവരുടെ 100 ദേവവർഷങ്ങൾ കണക്കാക്കി കൊടുക്കും. അത്രയും ദേവവർഷങ്ങൾ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് വെറുതെ ശപിക്കുകയല്ലേ ഇത്. നിങ്ങളുടെ ഈ ഓർമ്മ നശിക്കില്ല. ഈ ഓർമ്മയോട് കൂടിയിട്ട് നിങ്ങൾ നിൽക്കുന്നത്. ഇതിന് പല ഒരു ശാപം വേറെ കൊടുക്കാനുണ്ടോ? ഏറ്റവും വലിയ ശാപം മനുഷ്യന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താ അറിയോ? മറക്കാനുള്ള കഴിവാണ്. എന്തും മറക്കാനുള്ള കഴിവാണ്. വിഷമം പോകണം, ഒരാൾ മരിച്ചു, അതിന്റെ വിഷമം പോകണമെന്നില്ല, മെല്ലെ 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 ആ മറവി വരണതിന്റെ ക്രമത്തിനാണ് നമ്മൾ പുല എന്ന് പറയുന്നത്. ബ്രഹ്മബോധമുള്ള ഒരാൾക്ക് പുലയുടെ ആവശ്യമില്ല. ആണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഭഗവാനെ കാണാൻ പറ്റുന്ന സ്ഥലം ശുദ്ധം, അല്ലാത്ത ശുദ്ധം. അപ്പോ മറവി അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് എടുത്തു കളഞ്ഞു നാരദൻ. കാരണം ഇവർ നിന്ന് നീറാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്, പട്ടിക്കാൻ. കാരണം കുബേരനാണ് ഞങ്ങളുടെ അച്ഛൻ എന്നുള്ള വിചാരം ഉണ്ടല്ലോ, അതില്ലാതാണ്. എന്നിട്ട് പറഞ്ഞു 100 ദേവവർഷങ്ങൾക്ക് ശേഷം സാക്ഷാൽ നാരായണൻ ഗുരുവായൂരപ്പം വന്നിട്ട് ഒരു 4-5 വയസ്സുള്ള സമയത്ത് ഒരലും കെട്ടി വലിച്ച് വരുമ്പോൾ ആദ്യം നിങ്ങളെ പിടിച്ച് കുറെ തള്ളും, കുറെ തലോടും, പിന്നെ മറിച്ചിടും, ഇതൊക്കെ ചെയ്യും. അന്ന് നിങ്ങൾക്ക് രക്ഷയുണ്ടാവുന്നു. ദാമോദര ലീല ആടുന്ന സമയത്ത് ഭഗവാൻ അത് അക്ഷരം പ്രതി തൻ്റെ ഭക്തൻ എങ്ങനെയാണോ ഈ 2 യക്ഷന്മാരെ ശമിച്ചത്, അത് അതിനനുസരിച്ചിട്ടായിരുന്നു ഭഗവാൻ അതിനുള്ള സ്ക്രിപ്റ്റൊക്കെ അവിടെ ഒരുക്കി, ഒരു സീനൊക്കെ ഉണ്ടാക്കി. അദ്ദേഹം ഗംഭീരൻ. നളകൂപന്റെ മണിഗ്രീവന്റെ സ്തുതി തന്നെയുണ്ട്. അങ്ങനെ ഉള്ളതാണ് കുബേരന്റെ കുടുംബം. ഇനി കുബേരന്റെ കുടുംബത്തിനെ കുറിച്ച് പറഞ്ഞ പോലെ കുബേരന്റെ ജീവിതത്തിനെ കുറിച്ച് ചുരുക്കത്തിൽ പറയും. ഈ അസൂയ എന്ന് പറഞ്ഞൊരു സാധനം ഭയങ്കരമാണ്. നമ്മുടെ പുരാണങ്ങളിൽ ഈ അസൂയ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെയധികം നമ്മൾ കണ്ടിട്ടുണ്ട്. മന്ധര അസൂയയുടെ ഈ അസൂയയിൽ തന്നെ ചേട്ടന്റെ വളർച്ചയിൽ അനിയനുള്ള അസൂയ എന്നുള്ള തീം വളരെയധികം കാണാൻ. യുധിഷ്ഠിരന്റെ വളർച്ചയിൽ ദുര്യോധനന്റെ അസൂയ, കുബേരന്റെ വളർച്ചയിൽ രാവണന്റെ അസൂയ. 2 പ്രാവശ്യം നേടിയത് മുഴുവൻ നഷ്ടപ്പെടുത്തിയ ആളാണ് കുബേരൻ. എല്ലാം നഷ്ടപ്പെട്ടതാണ്. എന്തൊക്കെ താൻ തപസ്സുകൊണ്ട് സമ്പാദിച്ചു അത് മുഴുവൻ നഷ്ടപ്പെടുത്തി. ബ്രഹ്മാവാണ് അദ്ദേഹത്തിന് ഈ ദിക്പാലകത്വം കൊടുത്തതും ലോകപാലകത്വം കൊടുത്തത്. 2 രണ്ടാട്ടോ. ദിക്പാലകനാവുന്നതും ലോകപാലകനാവുന്നതും 2 രണ്ടാണ്. 10 ദിക്കുകളുടെ 8 ദിക്കുകൾ നമ്മളെ ചുറ്റിയും മുകളിലും താഴെയും. അതിന് വടക്കിന്റെ ആധിപത്യം. വടക്ക് വശം എന്ന് പറഞ്ഞാൽ ഉയർച്ചയുടെ, ഉയർച്ച മാത്രമല്ല നിത്യത, സ്ഥിരതയുടെയൊക്കെ സ്ഥലമാണ്. അതുകൊണ്ടാണ് ധ്രുവ നക്ഷത്രം, സ്ഥിരതയുടെ നക്ഷത്രമായിട്ട് ധ്രുവ നക്ഷത്രം അവിടെ നിൽക്കുന്നത്. അവിടെയാണ് കൈലാസം. ആ കൈലാസത്തിൽ തന്നെയാണ് അളകാപുരി, കുബേരന്റെ രാജധാനി. ആ അളകയിൽ നിന്ന് ഉത്ഭവിക്കുന്നവളാകയാൽ, അളകയ്ക്ക് സന്തോഷത്തെ കൊടുക്കുന്നവളാകയാൽ അളകനന്ദ. ഗംഗയുടെ ഒരു പേരാണ് അളകനന്ദ. ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട ആരാധ്യനായിട്ടുള്ള ബദരി റാവൽജി അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, അങ്ങ് അവിടെ പോകുമ്പോൾ അളകനന്ദ എന്നുള്ള പേരവിടെ പറയണമെന്ന് പറഞ്ഞു. ഗുരുവായൂരപ്പ ബദരിനാരായണ ഓർമ്മിപ്പിച്ചു. ഏറ്റവും ഭക്തിയോട് കൂടിയിട്ട് ആ പേര് അവിടെ ഉച്ചരിക്കുന്നു. അളകനന്ദയെക്കുറിച്ച് പറയണം, കുബേരനെ കുറിച്ച് പറയുമ്പോൾ കുബേരന്റെ പ്രിയപ്പെട്ട നദിയാണ്. ആ അളകാപുരിയുടെ അടുത്ത് തന്നെ കുബേര പുഷ്കരണി എന്ന് പറയുന്ന ഒരു തടാകമുണ്ട്. ആ തടാകത്തിന്റെ തീരത്താണ് കദളീവനം. അവിടെയാണ് ഹനുമാൻ സ്വാമി തപസ് ചെയ്യുന്നത്. ഈ അളകാപുരിക്ക് വേറൊരു പേരുണ്ട്, മഹോദയം. മഹോദയം എന്ന പേര്. അതുകൊണ്ടാണ് പണ്ട് ചേര രാജാക്കന്മാർ കൊടുങ്ങല്ലൂരിന് മഹോദയവൻ എന്ന് പേരിട്ടത്. കുബേരന്റെ ആ പുരിയുടെ ഓർമ്മയാണ്. മാഗോദയി എന്ന് കാണാം. തമിഴ് സംഘകൃതികളിലൊക്കെ ചില പരിഹാരത്തിലൊക്കെ നോക്കിയാൽ കാണാം. മാഗോദയി, കണ്ണകി അവിടെ വന്നിട്ടാണ് ജീവൻ കളയുന്നത്, ശരീരം അഗ്നിക്കരയാക്കുന്നത്. ആ മഹോദയപുരം. അപ്പൊ അതൊക്കെ കുബേരന്റെ പേരാണ്.
സാർവഭൗമൻ എന്ന് പറയുന്ന ഒരു ആനയുണ്ട് കുബേരൻ. നൈരാതന്മാരെന്ന് പറയുന്ന രാക്ഷസന്മാരാണ് അദ്ദേഹത്തിന്റെ, അതിഭയങ്കരന്മാരായിട്ടുള്ള രാക്ഷസന്മാരാണ് അദ്ദേഹത്തിന്റെ സൈന്യം. ഒരു കീരിയുണ്ട് വളർത്തുമൃഗമായിട്ട്. അങ്ങനെ അദ്ദേഹത്തിനൊക്കെ വിചിത്രമായിട്ട് നമ്മളിങ്ങനെ കലക്ടേഴ്സ് ഐറ്റം മാതിരിയുണ്ട്. ഒരു മ്യൂസിയത്തിൽ പോയ പോലെയാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട വസ്തുക്കൾ അദ്ദേഹത്തിന്റെ സിംഹാസനത്തിന്റെ ഇരുപുറവും പത്മനിധി, ശംഖനിധി എന്ന് പറയുന്ന 2 മഹാനിധികൾ കാവൽ നിൽക്കുന്നു. അതിന്റെ മുകളിൽ നിധികളില്ല. കുബേരന്റെ നിധികൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. എല്ലാം ജീവനുള്ളവയാണ്. നമ്മൾ വിചാരിക്കും നിധി എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത, ഇവരൊക്കെ ജീവനുള്ള ആൾക്കാരാണ്. പത്മനിധിയുടെ കഴുത്ത് താമര പോലെയാണ്, അതിൽ നിന്നാണ് തല ഉയർന്നു നിൽക്കുന്നത്. ശംഖനിധിയുടെ കഴുത്ത് ശംഖ് പോലെയാണ്, അതിൽ നിന്നാണ് തല ഉയർന്നു നിൽക്കുന്നത്. പിന്നെ ഇത് കൂടാണ്ട് 9 നിധികൾ വേറെയുണ്ട്, നവനിധികൾ എന്ന് പറഞ്ഞിട്ട്. അതിന് മകരം, കുന്തം എന്നൊക്കെ പറഞ്ഞിട്ട് വിശേഷപ്പെട്ട പേരുകളുണ്ട്. ഈ 9 നിധികളും നമ്മുടെ വിചാരത്തിൽ എന്തൊക്കെയോ സ്വർണവും രത്നമൊക്കെയാണോ? യോഗശാസ്ത്രം പഠിച്ചവർക്കറിയാം, ശ്വാസം നിയന്ത്രിക്കുമ്പോൾ കിട്ടുന്ന 9 സിദ്ധികളാണ് നവനിധികൾ. സ്വരശാസ്ത്രം, ശിവസ്വരോദയമൊക്കെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ചില വലിയ ഗുരുക്കന്മാരൊക്കെ തന്നെ ടി വിയിലൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കി നോക്കണതാണ്. ഏത് ശ്വാസമാണ് റൺ ചെയ്യണമെന്ന് നോക്കുകയാണ്. സ്വരശാസ്ത്രം അറിയണമെന്ന് പറയും. സ്വരത്തിലെ ശരം എന്ന് പറയും, ശരം. ആ സ്വരം അറിയുന്നവൻ, അത് ശീലിക്കുന്നവൻ. നമ്മുടെ ശ്വാസം അകത്തേക്ക് പോകുന്നത് ഇത്ര വിരൽ നീളക്കണക്കിലാണ്, പുറത്തേക്ക് പോകുന്നത് ഇത്ര വിരൽ നീളക്കണക്കിലാണ്. അകത്തേക്ക് പോകുന്നത് കുറവാണ്, പുറത്തേക്ക് വരുന്നത് കൂടുതലാണ്. അങ്ങനെയാണ് നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് ഡേറ്റ് കഴിഞ്ഞ് നമ്മുടെ എക്സ്പയർ ആയിട്ട് തട്ടിക്കൊടുക്കണം. നമുക്കൊക്കെ ഒരു ശ്വാസം പറഞ്ഞിട്ടുണ്ട്, ആ എണ്ണം കഴിയുമ്പോൾ തീരും. പ്രാണന്റെ ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനെ കുറച്ച് കൊണ്ടുവന്നിട്ട് ഒരു 3 വിരൽ നീളത്തിലേക്ക് മാത്രം പുറമേക്ക് പ്രാണൻ നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് എത്തിക്കാൻ പറ്റും. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന സിദ്ധിയാണ് കുബേരന്റെ 9 നിധികൾ. ഞാൻ കുബേര സങ്കല്പം പറയാനല്ലേ വന്നത്, അതുകൊണ്ടാട്ടോ ഞാൻ ഇത്ര പറയണത്. ദഹിക്കില്ല, ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിൽ വിഷമിക്കുക. കാരണം വെറുതെ വന്നിട്ട് കുബേരന്റെ കുറെ കഥകൾ പറഞ്ഞിട്ട് അത് ആചാര്യന്മാർ എന്തായാലും ഇവിടെ പറയുന്നുണ്ടാവും, എനിക്ക് ഉറപ്പാണ്. കുബേരന്റെ പുരാണങ്ങളും നമ്മുടെ പുരാണങ്ങളിൽ അദ്ദേഹത്തിനെ വ്യാപകമായിട്ട് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ അധർമ്മത്തിൽ മാത്രമേ അദ്ദേഹത്തിനെ കുറിച്ച് പറയുമെങ്കിലും പുരാണകാലമായപ്പോഴേക്കും അദ്ദേഹം ദിക്പാലകനായി, ലോകപാലകനായി. രാമായണത്തിലൊക്കെ എത്തുമ്പോഴേക്കും ഗംഭീരമായിട്ട് വന്നു കഴിയും. രാമായണത്തിന്റെ സ്റ്റേജ്, പ്രധാന സ്റ്റേജ് അതാ രാമായണത്തിന്റെ ലങ്കയാണ്. ആ ലങ്ക ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. ലങ്കാധിപതി ശരിക്കാരാ? കുബേരനാണ്. കുബേരൻ ബ്രഹ്മദേവനെ തപസ് ചെയ്ത് നേടിയതിനു ശേഷം പണ്ട് വാസുകിയും വായുദേവനും കൂടെ തമ്മിൽ, ഞാനാണോ ശക്തി, എനിക്കാണോ ശക്തി, നിനക്കാണോ ശക്തി എന്ന് പറഞ്ഞിട്ട് അവര് മേരുപർവ്വതത്തിനെ അടിച്ചു തെറിപ്പിച്ചപ്പോ അതിന്റെ ഒരു കഷ്ണം പോയി വീണിട്ടുണ്ടായതാണ്. ത്രികൂടം എന്ന് പറയുന്ന ഒരു പർവ്വതം കടലിൽ പോയിട്ട് വീണു. അതിന്റെ മുകളിൽ വിശ്വകർമാവ് പണിത പുരിയാണ് ലങ്ക. ഭൂമധ്യരേഖയില ലങ്ക, ഇന്നത്തെ ലങ്കയല്ല. ഇന്ന് ശ്രീലങ്കയാണ് എല്ലാവരും പറഞ്ഞിട്ട് അല്ല. സംഘകാലത്തെ കൃതികളിലൊക്കെ കാണുമ്പോൾ അതൊക്കെ കടലിൽ പോയി കഴിഞ്ഞു എന്നോ. യഥാർത്ഥ ലങ്കയൊന്നും ഇന്ന് കാണാൻ പറ്റില്ല. ഭാസ്കരരായര് ലീലാവതി എന്ന് പറഞ്ഞ ഗണിതശാസ്ത്ര ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് നിർണയിച്ചിട്ടുണ്ട്, ഭൂമധ്യരേഖയിലാണ്, ഇക്വേറ്ററിലാണ് ലങ്ക നിൽക്കുന്നത്. ആ ലങ്ക അതീവ സമൃദ്ധിയോട് കൂടിയിട്ടിരിക്കുന്നു. ആ ലങ്കയിൽ നിന്ന് അസൂയ മുഴുത്ത രാവണനാൽ ആട്ടി ഓടിപ്പിക്കപ്പെട്ടു. അതിന് കാരണം എന്താ? വിഷം കുത്തിവെച്ച് അസൂയ എന്ന് പറഞ്ഞ വിഷം ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട്. രാവണൻ അടിസ്ഥാനപരമായിട്ട് ശുദ്ധനാണ്, വളരെ ശുദ്ധനായിട്ട് കാണാം. കയ്യിലിരിപ്പ് ഞാൻ പറഞ്ഞ ജനിതകത്തിന്റെ പ്രശ്നം. പക്ഷെ മഹാശിവഭക്തനാണ്. ബ്രഹ്മദേവന്റെ വരം നേടിയിട്ട് പൊക്കിളിൽ ഒരു അമൃതകുംഭത്തിന് ഒളിപ്പിച്ചു വെച്ചു. അതുകൊണ്ടാണ് ആ അമൃതകുംഭം തകർക്കാനാണ് നാഭീനിക്ക് അസ്ത്രം ചെയ്തത് ശ്രീരാമസ്വാമി. അവസാനം അദ്ദേഹം രാവണന്റെ പൂജ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് ശിവനെ പൂജിക്കാൻ തന്നെ വിഷമാവുന്ന പറഞ്ഞത്. കാരണം അത്ര ഗംഭീര പൂജയാണ്. ശിവനെ പൂജിക്കുമ്പോൾ എപ്പോഴും സ്മരിക്കേണ്ട ആൾക്കാർ ഇവരൊക്കെയാണ്. രാവണൻ, ബാണൻ, കുബേരൻ തുടങ്ങിയവരാണ്. അങ്ങനെയുള്ള ആ മഹാശിവഭക്തനായിട്ടുള്ള രാവണൻ ജനിച്ചത് തന്നെ ഒരു അസൂയയുടെ കഥയെന്നാണ്. കാരണം ഒരുപാട് ധനം നേടിയിട്ട് പുഷ്പവിമാനം തുടങ്ങിയിട്ടുള്ള വിശേഷപ്പെട്ടിട്ടുള്ള വിമാനങ്ങളൊക്കെ ആയിട്ടാണ് കുബേരന്റെ ജീവിതം. ബ്രഹ്മാവ് കൊടുത്താണ് ഈ പുഷ്പകം എന്ന് പറയുന്നത്. ഇച്ഛാനുസരണം എങ്ങനെ കൈ നൊടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ലാൻഡ് ആവും, അതിൽ കയറി പോവാം. അതിനും രൂപാന്തരങ്ങൾ പ്രാപിക്കാൻ പറ്റും. പുഷ്പവിമാനത്തിന് മന്ത്രങ്ങളുണ്ടല്ലോ, ഇന്നുണ്ട്. പുഷ്പവിമാനത്തിന് മന്ത്രമുണ്ട്, ജപിച്ച് സിദ്ധി വരുത്താവുന്നതാണ്. ആ പുഷ്പകത്തിന്
അദ്ദേഹത്തിൻ്റെ ലോകസഞ്ചാരം കണ്ട് ഒരു ദിവസം കാട്ടിൽ ഇരിക്കുന്ന മാല്യവാൻ സുമാലി എന്ന് പറഞ്ഞിട്ടുള്ള 3 രാക്ഷസന്മാരുണ്ടായിരുന്നു. ഇവരും ഒക്കെ പുലസ്ത്യൻ്റെ വംശത്തിൽപ്പെട്ടിട്ടുള്ള വേറൊരു ബ്രാഞ്ചിൽ വരുന്നവരാണ്. അതാ ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ അതീവ എന്താ പറയുക ഗംഭീരമായിട്ടുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ അടിഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പം നമുക്കൊക്കെ ഒരു കൗതുകം ഉണ്ടാവില്ല, ഒരു അടിപൊളി കാറിലാണ്, ഒരു ഓഡിയിൽ പോകണം, BMW പോകണം, ആരാതെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇതൊക്കെ പോകുമ്പോൾ ആൾക്കാർ അതിൻ്റെ അകത്തേക്കൊക്കെ ഒന്ന് എത്തി നോക്കും. സുമാലി ഇതുമാതിരി ഒരു നാട്ടുപുറത്തുകാരനെ വരെ കാട്ടിൻ്റെ അകത്തൊന്ന് എത്തി നോക്കിയതാണ്. കണ്ണഞ്ചി പോയി അതുപോലുള്ളൊരു സമ്പത്തുമായിട്ടാണ് പോകുന്നത്. ഇതാരാന്ന് അന്വേഷിച്ചു. അപ്പോൾ മനസ്സിലായി വിശ്രവസ് എന്ന് പറയുന്ന മഹർഷിയുടെ പുത്രന്. അന്വേഷിച്ചപ്പോൾ ഈശ്വര, നമ്മുടെ മുത്തച്ഛൻ പുലസ്ത്യൻ്റെ വേറൊരു ഭാര്യയിലുള്ള മകൻ വിശ്രവസോ. അപ്പം ബന്ധുവാണെന്നും കൂടെ അറിഞ്ഞുകൊണ്ട് അസൂയ കണ്ടിട്ട് സഹിക്കാൻ പറ്റണ്ടേ. എന്താ ചെയ്യാന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്നത്തെ കാലത്തെ രീതി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കൂടുതൽ ഭാര്യമാരെ സ്വീകരിക്കാം. തൻ്റെ മകള് കൈകസിയെ വിളിച്ചു, ഇവിടെ വാ എന്ന് വിളിച്ചു, നീ പോയിട്ട് ആ വിശ്രവസിനെ ഒന്ന് പാട്ടിലാക്കി അയാളെ കല്യാണം കഴിച്ചങ്ങോട്ട് കൂടിക്കൊന്നു. അങ്ങനെ കൈകസി ഒരു സുന്ദരിയുടെ രൂപം ധരിച്ച് എന്ന് വിശ്രവസിനെ പാട്ടിലാക്കിയിട്ട് രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ, ശൂർപ്പണഖ എന്ന് പറഞ്ഞിട്ടുള്ള 4 മക്കൾക്ക് ജന്മം കൊടുത്തു. എന്നിട്ടും അവരുടെ ദുരിതവും ദാരിദ്ര്യമൊന്നും മാറിയില്ല. അപ്പൊ സുമാലിയും കൈകസിയും തരം കിട്ടുമ്പോൾ രാവണന്റെ മനസ്സിൽ ചേട്ടനെ കുറിച്ചുള്ള വിദ്വേഷം കുത്തിവെക്കാൻ തുടങ്ങി. കഥകളിയിൽ രാവണോത്ഭവം കഥകളിയൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണ് രാവണത്യാശാനെ ഓർമ്മ വരുന്നത്. കൈകസിയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് കുട്ടിരാവണൻ. അപ്പൊ കണ്ണിങ്ങനെ പെട്ടെന്ന് വെളിച്ചടിച്ചിട്ട് ഇങ്ങനെ തുറക്കുക. സൂര്യ വെളിച്ചം നട്ടുച്ച നേരത്ത് കാട്ടിൽ കിടന്നുറങ്ങണം. പക്ഷെ അപ്പോഴും കൂടുതൽ വെളിച്ചടിക്കണം. കണ്ണു തുറന്ന് നോക്കുകയാണ്. നോക്കുമ്പോൾ അതാ പുഷ്പവിമാനത്തിന്റെ പ്രവേണം ആകാശത്ത് കൂടെ ഇങ്ങനെ പോവാണ്. അപ്പൊ ചോദിക്കുകയാണ്, അമ്മേ അതെന്താ, അത് നക്ഷത്രമാണോ സൂര്യനാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അമ്മ കരഞ്ഞോണ്ട് ഞാൻ എങ്ങനെയാ മോനെ പറയുക എന്നൊക്കെ പറയും. ഒരു ഭയങ്കര ബിൽഡപ്പൊക്കെ കൊടുക്കും. അപ്പൊ കുട്ടിക്ക് കൂടുതലോ എന്താ അമ്മ അങ്ങനെ പറയൂ എന്ന് പറയും. അപ്പൊ പറയും, മോനെ നിന്റെ ചേട്ടനാണ്. അമ്മേ നമ്മുടെ ചേട്ടനാണ്, എന്തുകൊണ്ടാണ് നമ്മളെ കൊണ്ടുപോകത്ത്? അയ്യോ നമുക്കൊന്നും പറ്റില്ല, അതാ അച്ഛൻ്റെ വേറെ ഭാര്യത്തെ മകനാണ്, വലിയ ആളാണ്. അമ്മേ നമുക്കതുമാതിരി ആവണ്ടേ? വേണം മോനെ, എൻ്റെ ആഗ്രഹമാണ്, നീ അവനെ തോൽപ്പിക്കണം. അങ്ങനെ രാവണനെ ചെറുപ്പതാണ് ഒരു അമ്മ വിചാരിച്ച മക്കളെ നന്നാക്കാനും നശിപ്പിക്കാനും പറ്റും. രാവണന്റെ നാശത്തിന്റെ മുഴുവൻ കാരണം രാവണന്റെ അമ്മയാണ്. ഇല്ലെങ്കിൽ രാവണനെ പോലെ ഒരു മഹാതപസ്യയും ശക്തനും വേറെ ഇല്ല. അങ്ങനെയുള്ള രാവണൻ ബ്രഹ്മദേവനെ പോയിട്ട് തപസ് ചെയ്ത് നേടിയതിനു ശേഷം പിന്നെ ശിവനെ പൂജ കഴിക്കാൻ പോകും. കൈലാസം എടുത്ത് അമ്മാനാടിയ കഥയൊക്കെ നമുക്കറിയാം. അവസാനം ശിവൻ പ്രത്യക്ഷപ്പെടാനപ്പോൾ സ്വന്തം തലവെട്ടി ഉണ്ടാക്കി, സ്വന്തം ഞരമ്പുകൾ കൊണ്ട് വലിച്ചു കെട്ടിയിട്ടുണ്ടാക്കി എന്നുള്ള രുദ്രവീണ എന്നാണ്. അങ്ങനെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അരിവാളിൻ്റെ ആകൃതിയിലുള്ള ചന്ദ്രഹാസം എന്ന് പറയുന്ന വാള് കൊടുത്തു. ഈ ചന്ദ്രഹാസം പിടിച്ചിട്ടാണ് പിന്നെ ചേട്ടനെ കൊല്ലാൻ പോണത്. പക്ഷെ എന്തോ ലങ്കയിലെത്തിയപ്പോൾ ചേട്ടനെ കൊല്ലാണ്ട് വിട്ടു. ചേട്ടനോട് പറഞ്ഞു, ഞാൻ ചേട്ടനെ വെറുതെ വിടാം, ഈ സെക്കൻഡ് ഇവിടെ പോകണം. അങ്ങനെ എത്രയോ ജന്മങ്ങളിലെ അല്ലെ എത്രയോ കാലത്തെ പുണ്യം കൊണ്ട് ശിവപുരാണത്തിൽ പൂർവ്വകഥയുണ്ട്. കുബേരന്റെ ഗുണനിധി എന്ന് പറയുന്ന ഒരു കള്ളനായിരുന്നു. ഭക്ഷണം കക്കണ കള്ളൻ. കാരണം വിശപ്പോണ്ടാ കട്ടോണ്ട്. ഒരു ദിവസം ഒരു ശിവക്ഷേത്രത്തിൽ ചെന്നു. ആ ശിവക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ഓടിക്കരുത് കേട്ടോ. ഒരു ശിവക്ഷേത്രത്തിൽ ചെന്ന സമയത്ത് അവിടെ ദീപങ്ങൾ കൊളുത്തി വെച്ചു. ആ ദീപങ്ങൾ കൊളുത്തി വെച്ചിട്ടുള്ള ആ ക്ഷേത്രത്തിൽ ഈ ഗുണനിധി കയറുകയാണ്. അവിടെ എന്തെങ്കിലും തിന്നാനുണ്ടാവും എന്ന് പറഞ്ഞു. വിശന്നിട്ട് ഒരു രക്ഷയില്ല. കഴിച്ചിട്ട് 3-4 ദിവസമായി. അദ്ദേഹം കയറിയപ്പോൾ ആദ്യം കാണുന്ന ആ വിളക്കുകളുടെ വെളിച്ചത്തിൽ ഒരുപാട് സ്വർണ്ണങ്ങളും ഒക്കെ ആയിട്ടുള്ള കുംഭങ്ങൾ വെച്ചിരിക്കുകയാണ് ശിവന്റെ ചുറ്റും, ശിവലിംഗത്തിന്റെ. എന്താണെന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും എല്ലാ ദീപങ്ങളും അവിടെ കാറ്റടിച്ച് കെട്ടുപോയി. കൂരിരുട്ടായപ്പോൾ അദ്ദേഹം, നമ്മളാണെങ്കിൽ സ്വിച്ചിട്ട് തപ്പും, അദ്ദേഹം കയ്യിൽ അരണിയോ എന്തോ ഉണ്ട്, അത് വെച്ചിട്ട് ദീപം കത്തിക്കാൻ നോക്കി. എന്ത് കത്തിക്കാൻ നോക്കി കഴിഞ്ഞാൽ അപ്പം കാറ്റടിക്കും കിടും. കത്തിക്കണ പ്രവർത്തി നിർത്തിയാൽ കാറ്റ് നിൽക്കും. ഇതുകൂടി സംഭവിച്ചപ്പോൾ അദ്ദേഹം അവസാനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിശ്ചയം വിട്ടില്ല. ഒരു 1-2 മണിക്കൂർ അദ്ദേഹം ശരിക്കും കഷ്ടപ്പെട്ടിട്ട് അവസാനം ആ നിശ്ചയദാർഢ്യം അത് എന്തിനും ആയിക്കോട്ടെ, സ്വന്തം വസ്ത്രം ഊരി അതിന് തീ കൊടുത്തു. അപ്പൊ അതിന് കാറ്റിനെ കെടുക്കാൻ സാധിച്ചില്ല. ആ അഗ്നിയിൽ അങ്ങോട്ട് ജ്വലിച്ചു വന്നപ്പോൾ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. മഹാദേവൻ പറഞ്ഞു, നീ കുറച്ച് തവണയൊക്കെ അത് കളഞ്ഞിട്ട് പോകുന്നു ഞാൻ വിചാരിച്ചു, പക്ഷെ നീ വിട്ടില്ലല്ലോ, എനിക്കൊരു വിളക്ക് നീ തെളിയിച്ചത്. ഭഗവാനെ എത്ര എളുപ്പത്തിൽ പ്രസാദിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഒരു കഥയും കൂടിയാണ്.
നമ്മുടെ ആൾ അത് പറ്റില്ല. ഗുരുവായൂരപ്പനെ നന്നായിട്ട് ഗുരുവായൂരപ്പൻ വല്ലാണ്ടിട്ട് വരയ്ക്കും. പക്ഷെ മഹാദേവന്റെ അടുത്ത് നിന്ന് വല്ലതും ആധ്യാത്മികമായി കിട്ടണമെങ്കിൽ അസലായിട്ട് വരച്ച് അദ്ദേഹം നോക്കും. എന്താണെങ്കിലും ഗുണനിധിയോട് പറഞ്ഞു, അടുത്ത ജന്മം നീ സർവ്വധനങ്ങളുടെയും സർവ്വ ഐശ്വര്യങ്ങളുടെയും അധിപതിയും എൻ്റെ ഭക്തനുമായിരിക്കും, എൻ്റെ കൂട്ടുകാരനുമായിരിക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു എന്നാണ് ശിവപുരാണം പറയുന്നത്. അങ്ങനെയാണ് അത്രേ കുബേരനായിട്ട് ജനിച്ചത്. അങ്ങനെയുള്ള കുബേരൻ, പൂർവ്വ പുണ്യമുള്ള കുബേരൻ, ശിവന്റെ അനുഗ്രഹമുള്ള കുബേരൻ, ഇത്ര തപസ് ചെയ്ത കുബേരൻ, ഇത്ര ഭാരമുള്ള കുബേരൻ, ആ കുബേരനെ ചന്ദ്രഹാസം കാണിച്ചിട്ട് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചിട്ട് ലങ്കയിലുള്ള സകല സമ്പത്തുകളിൽ രാക്ഷസന്മാരെ മുഴുവൻ രാവണൻ തൻ്റെക്കും. പാവം കുബേരനെ അലഞ്ഞു തിരിഞ്ഞ് ഹിമാലയത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ നടന്ന കാലത്ത് ഒരു യജ്ഞം അനുഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. വലിയ തപസ്സുകൾ ചെയ്തു. അവിടെ ശിവന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം അളക എന്ന് പറയുന്ന യഥാർത്ഥ സുഹൃത്ത് അങ്ങനെയാണല്ലോ, നിന്റെ കയ്യിൽ പൈസയൊക്കെ പോയാലും സാരില്ല, നീ എൻ്റെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ അതിഗംഭീരമായിട്ടുള്ള ഭഗവാന്റെ യശോപതി എന്ന് പറയുന്ന ആ പ്രസിദ്ധമായിട്ടുള്ള രാജധാനി, മഹാദേവന്റെ രാജധാനിയുടെ പേര് യശോപതി എന്ന ദിക്പാലകത്വത്തിൽ ഈശാനകോണിൽ, അതിൻ്റെ അടുത്ത് തന്നെ ആ വടക്ക് വശത്തിന്റെ നാഥൻ ശരിക്കും മഹാദേവനാണെങ്കിലും തൻ്റെ ശിരസിലിരിക്കണ സോമൻ ചന്ദ്രക്കലയാണ്, അമൃതാണ് അതിനെ പ്രതിനിധീകരിക്കണമെന്നുണ്ടെങ്കിലും കുബേരൻ അത് കൊടുക്കണം, നീ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് ഇരുത്തിയിട്ട് സ്ഥിരതയുടെ ദേവനായിട്ട്, പ്രപഞ്ചത്തിന്റെ സകല ഐശ്വര്യങ്ങളിൽ നാഥനായിട്ട്, ദിക്പാലകനായിട്ട് കുബേരനെ അവിടെ ഇരുത്തി. ബ്രഹ്മദേവൻ ലോകപാലകത്വം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടെ ഇരുത്തി സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കുബേരന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുബേരന്റെ ശിവോപാസനയുടെയും ഉമയുടെ ഉപാസനയുടെയും ഹൈറ്റാണ്. നമ്മൾ അന്നപൂർണ അന്നപൂർണ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അന്നപൂർണ്ണയെ നമ്മൾ എന്തിനാ ആരാധിക്കുന്ന? ശൈവ സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ ശക്തയത്തിൽ മഹാലക്ഷ്മിക്ക് തുല്യം അന്നം കൊണ്ട് പൂർണ്ണത ഉണ്ടാക്കണം അവൾ. ഈ അന്നം എന്ന് പറഞ്ഞാൽ നറിഷ്മെന്റ് നേർത്തുള്ളൂ, പോഷകം. അന്നം ലിംഗരൂപിയാണ്. എന്തുകൊണ്ടാണ് അക്ഷരം ഉപയോഗിക്കുന്നത്? അരിയുടെ ആകൃതി എന്താ? ശിവലിംഗല്ലേ. എല്ലാ വിത്തുകളുടെ ആകൃതി ശിവലിംഗല്ലേ. അന്നം എന്ന് നമ്മൾ വിളിക്കുന്നതൊക്കെ ശിവലിംഗല്ലേ. ഗുരുവായൂരപ്പ അല്ലേ? എല്ലാറ്റിനും ലിംഗാകൃതിയാണ്. ആ ലിംഗാകൃതിയിലുള്ള അന്നം ജീവനെ പരിപോഷിപ്പിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം വെറുതെ കഴിക്കണ ഭക്ഷണം എന്ന് മാത്രമല്ല, അന്നത്തിൽ നിന്നാണ് ജീവൻ ഉണ്ടാവണം. അന്നത്തിലേക്ക് തന്നെ തിരിച്ചു പോകണം. കാരണം നമ്മൾ പഞ്ചഭൂതങ്ങളിൽ ലയിച്ചാൽ വീണ്ടും അന്നം ഉണ്ടാവാനത് ഉപയോഗിക്കും. ജീവന്റെ യാത്രയിൽ അതാണ്. ആ യാത്രാ ക്രമീകരണം നടത്തുന്നവളാണ് അന്നപൂർണ്ണ എന്ന് പറയുന്ന മഹാശക്തി. അവിടെ രണ്ട് അന്നപൂർണ്ണകളിൽ നിന്ന് ശരിക്കും അവർക്ക് സന്തോഷം. അപ്പോ ഈ ജീവന്റെ ആ ചൈതന്യത്തിനെ പൂർണ്ണതയിൽ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു പൂർണ്ണ സംതൃപ്തി, ഹൃദയത്തിലുള്ള സംതൃപ്തി, അതാണ് അന്നപൂർണ്ണ. പുറമേ കാണുന്നതല്ല അന്നപൂർണ്ണ. തൃപ്തി, അതാണ് അന്നപൂർണ്ണ. ആ അന്നപൂർണ്ണയെ യഥാവിധി ഭജിക്കുന്ന കുബേരന്റെ ഏറ്റവും വലിയ ഗുണവും സ്വഭാവവും എന്ന് പറയുന്നത് ലോക നന്മയ്ക്ക് വേണ്ടി തന്റെ സമ്പത്തിനെ ചെലവാക്കുക എന്നുള്ളതാണ്. അദ്ദേഹം തനിക്ക് വേണ്ടി മാത്രമല്ല, അവനവന് വേണ്ടി ചെലവാക്കാണ്ട് വേറെ എല്ലാവർക്കും എടുത്തു കൊടുക്കണമെന്നല്ല പറയുന്നത്. അദ്ദേഹം എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കുമ്പോൾ അതൊക്കെ ഈശ്വരോന്മുഖമായിട്ട് ശിവാർപ്പണം 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 ശിവാർപ്പണം, നാരായണാർപ്പണം നാരായണാർപ്പണം, ഉമാർപ്പണം ഇങ്ങനെ പറഞ്ഞ്, അല്ലെങ്കിൽ ഗണേശാർപ്പണം ഇങ്ങനെ നമുക്ക് ചെയ്യാൻ, സ്കന്ധാർപ്പണം ഇങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ, രാമാർപ്പണം നമ്മുടെ ഇഷ്ടദേവൻ ആരോ അവന് എന്ന് പറഞ്ഞിട്ട് ആ ചൈതന്യത്തിനെന്ന് പറഞ്ഞ് കൊടുത്ത് ചെയ്യാൻ സാധിച്ചാൽ അതിന് ഇന്നത് നല്ലത് ചീത്താന്നൊന്നുമില്ല. നിങ്ങൾ നോൺ വെജ് കഴിക്കുമ്പോഴും ചെയ്തോളൂ, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ചെയ്തോളൂ. സ്വയമേവ നിങ്ങൾക്ക് ശുദ്ധി വരും, ദുർഗുണങ്ങൾ നിങ്ങളെ വിട്ടകരും. നിങ്ങൾ ഇന്ന് ദുർഗുണമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഈശ്വരന് സമർപ്പിക്കുമ്പോൾ സംഭവിക്കണം എന്നറിയോ? ആ ദുർഗുണം നിങ്ങളെ വിട്ടുപോകും. അതിനുള്ള തെറാപ്പിയാണ്. കുബേരൻ അങ്ങനെ ചെയ്ത് 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 വീണ്ടും ശുദ്ധിയിലേക്ക് കയറുന്നു. അങ്ങനെ അന്നപൂർണ്ണ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് ഗൃഹസന്ദർശനം നടത്തുന്ന അവസ്ഥയിലെത്തി. ഇടയ്ക്ക് കുബേരൻ അവിടെയും ചെല്ലും. അങ്ങനെ ചെന്നപ്പോഴും ഒരു ദിവസം ആനത്തലേക്ക് കേട്ടിട്ട് പുതിയൊരാളെ കണ്ടേ. ഇങ്ങനെ ഒരാളെ കേട്ട് അങ്ങനെ കേട്ടിരുന്നു, ദേവി ഒരു മകനെ സൃഷ്ടിച്ചു, അവന്റെ തല വെട്ടി, മഹാവിഷ്ണു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ പേരെന്താ? ഗണപതി എന്നാ പേര്. അപ്പോൾ കുബേരൻ ഭക്ഷണം കഴിക്കാനിരിക്കുന്നുണ്ട്, തൻ്റെ അതേപോലുള്ള ശരീരം. കുബേരന്റെ ശരീരത്തിനെ കുറിച്ച് ഞാൻ പറയാൻ മറന്നു. കുബേരന് താമരപ്പൂവിന്റെ നിറമാണ്. താമരപ്പൂവിന്റെ നിറമാണ്, ചെന്താമരപ്പൂവിന്റെ നിറമാണ് കുബേരൻ. അതേപോലെ ചുവന്ന നിറമാണ്. അമ്മയുടെ കുങ്കുമം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാ ഗണപതി. ആനയുടെ തല മാത്രമേ കളർ വ്യത്യാസമുള്ളൂ, അത് വേറെ വെട്ടിക്കൊണ്ടെന്ന് വെച്ചതാ. ബോഡി മുഴുവൻ അസൽ ചോപ്പാ, രക്തവർണ്ണമാണ്. തലയ്ക്ക് മാത്രം വേറെ കളറാക്കണം ഗുരുവായൂരൻ. സത്യം. ഗുരുവായൂരപ്പ അവിടെ ഗുരുവായൂരപ്പൻ്റെ പൂജയുണ്ട്.
അപ്പോൾ അത് ഗുരുവായൂരപ്പനാണ് ആ ചക്ര അയച്ചിട്ട് ആനയുടെ ശിരസ് ഛേദിച്ചിട്ട് ഈ ആനത്തല വെച്ചു കൊടുക്കും. അങ്ങനെയുള്ള ഗണപതി ഭഗവാൻ കുബേരനുമായിട്ടുള്ള സാമ്യതകൾ എന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞാൽ യക്ഷരൂപികളാണ്. യക്ഷമൂർത്തികൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് ഗണപതി. യക്ഷമൂർത്തികൾ എപ്പോഴും സമൃദ്ധിയുടെ, തൃപ്തിയുടെ, അനുഗ്രഹത്തിന്റെ ദേവന്മാരായിരിക്കും. ലോഫിംഗ് ബുദ്ധനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഉരുണ്ടിട്ടല്ലേ എല്ലാവരും വാങ്ങി വയ്ക്കുന്നുണ്ടല്ലോ ഫെങ്ഷു എന്ന് പറഞ്ഞിട്ട് ഒരു തോളത്തൊരു ചാക്കും വെച്ചിട്ട് ഉരുണ്ടിരിക്കും. യക്ഷൻ നോക്കുമ്പോൾ, കുബേരൻ നോക്കുമ്പോൾ തന്നെ പോലെ തന്നെയുണ്ട്. മനുഷ്യന്റെ രൂപമല്ല, തല ആനടയാണ്. ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് അധികം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, കുബേരൻ അധികം ഭക്ഷണം കഴിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ നർമ്മങ്ങളിലൊക്കെയാണ് താല്പര്യം. ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിന് കടങ്കഥകളൊക്കെ പറഞ്ഞിരിക്കാൻ ഭയങ്കര രസമാണ്. കുബേരന് 3 കാലാണ്. അഗ്നിപുരാണത്തിൽ ധ്യാനമുണ്ട് കുബേരന്. കുബേരൻ്റെ അനേക ധ്യാനങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ മഹാസ്വരൂപങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആ യഥാർത്ഥ സ്വരൂപം 3 കാലുകൾ. 2 കണ്ണുകളിൽ ഒന്നിന് കാഴ്ചയില്ല. ഇടത്തെ കണ്ണ് മഞ്ഞച്ചിട്ടാണ്. കാരണം പണ്ട് മഹാദേവന്റെ വീട്ടിൽ ആദ്യം ചെന്ന് തുടങ്ങിയ കാലത്ത് അമ്മയെ അറിയാണ്ട് നോക്കും. അമ്മയുടെ ചന്ദ്രൻ കണ്ടിട്ട്, അത് കാമത്തോടെ അല്ല കേട്ടോ, അത്ഭുതം. ഇത്ര ഐശ്വര്യമുള്ള ഒരാളെ കുബേരൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പൊ അമ്മ ഇങ്ങനെ അറിയാണ്ട് 2 പ്രാവശ്യം നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ആ കണ്ണ്, ആ ഇടതുവശത്താത്ര അമ്മ നിന്നില്ല, ആ കണ്ണടിച്ചു. ആ കണ്ണിന് മഞ്ഞ നിറം കൊടുത്തു. അതുകൊണ്ട് ഏകപിങ്കളാക്ഷൻ എന്ന് കുബേരന് പേര്. അദ്ദേഹത്തിന്റെ രൂപത്തിനെ കുറിച്ച് ഞാൻ കുറേ നോട്ട്സൊക്കെ എടുത്തിട്ട് വന്നതാണ്. പക്ഷെ അതിനൊക്കെ ഇപ്പോൾ വേറെ ഏതൊക്കെ വഴിക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കും. വിഗ്രഹശാസ്ത്രത്തിൽ കൃത്യമായിട്ട് പറയുന്ന രൂപങ്ങളാണ്. അതേപോലെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് പ്രപ്പോർഷൻ ഒട്ടുമില്ല. അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹത്തിനെ കുബേരൻ എന്ന് വിളിക്കുന്നത്. പ്രപ്പോർഷൻ ഇല്ല. നമുക്ക് ഒരു 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 ഘടന, ഒരു അനുപാതം ഉണ്ടെങ്കിലല്ലേ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. അപ്പം അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ഘടനയില്ല, അനുപാതമില്ല. 4 കൈകളാണ് അദ്ദേഹത്തിന്. ഒരു കയ്യിൽ ഗദ, വേറൊരു കയ്യിൽ ശക്തി, വേറൊരു കയ്യിൽ ഒരു സിംഹത്തലയുണ്ട്, വേറൊരു കയ്യിൽ പണത്തിൻ്റെ സഞ്ചി. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഇരിക്കുന്നത്. അതിഗംഭീരമായിട്ടുള്ള ഒരു സിംഹാസനത്തിൽ ഈ പത്മനിധിയും ശങ്കനിധിയുടെയും പരിവാരങ്ങളോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ഒരു കാരണം ഞാൻ പറയാം. അദ്ദേഹത്തിന് ചവയ്ക്കാൻ ബുദ്ധിമുട്ട്. അദ്ദേഹത്തിന് 8 പല്ലുകളെ ജന്മനാണ്. 8 ഗന്ധങ്ങൾ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അദ്ദേഹത്തിന് തൻ്റെ ശരീരത്തിൻ്റെ സൗന്ദര്യമില്ലായ്മയിൽ ഒട്ടും സങ്കടമില്ല. അദ്ദേഹം തൃപ്തനാണ്, സന്തുഷ്ടനാണ്. എല്ലാം ഉണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം സന്തുഷ്ടനാണ്, ഇല്ലെങ്കിലും സന്തുഷ്ടനാണ്. കുബേരനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം ഒരു ATM മെഷീനല്ല, മഹാഭക്തനാണ്. ആ മഹാഭക്തന്റെ കഥ പറയാനുള്ള അവസരമായതുകൊണ്ടാണ് ഗുരുവായൂരപ്പ ഞാനിവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിനെ പോലുള്ളവരൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള പരാജയങ്ങൾ, സ്വന്തം അനിയൻ രാവണനോട് അങ്ങോട്ട് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല അദ്ദേഹത്തിനെ സകലതും ഇല്ലാണ്ടാക്കി. ഇനി അളകയിൽ ചെന്നിരുന്നതിന് ശേഷം സുഖമായി എന്നാണ് വിചാരമല്ല, വേറൊരാൾ വന്നിട്ട് അദ്ദേഹത്തിന്റെ സകല സ്വത്തും അപഹരിച്ചു. ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്, കാവ്യ ഉശനസ് എന്ന് പറയുന്ന ഒരു ദേവനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു ഋഷി. ആ ഉശനസ് തൻ്റെ യോഗശക്തി കൊണ്ട് കുബേരന്റെ ശരീരത്തിൽ പ്രവേശിച്ചു എന്നാണ് മഹാഭാരതം പറയുന്നത്. ശരീരത്തിൽ പ്രവേശിച്ചു, ബാധയെ കുബേരനെ ബാധാവിഷ്ടനായി അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് ബുദ്ധിബോധം ഇല്ലാണ്ടായി. ആ സമയത്ത് തൻ്റെ സ്വത്ത് മുഴുവൻ എടുത്ത് അദ്ദേഹം വേറൊരു സ്ഥലത്ത് കൊണ്ടേ വെച്ചു. ഈ കൊണ്ടേവെക്കണ എവിടെയാ? ഉശനസിന്റെ വീട്ടിലാണ്. അത് കഴിഞ്ഞിട്ട് ഉശനസ് കൊണ്ട് ഒഴിഞ്ഞു കഴിഞ്ഞ് ബോധം വന്ന് നോക്കുമ്പോൾ കുബേരന് തൻ്റെ സമ്പത്തൊന്നും കാണാനില്ല. അത് മുഴുവൻ നഷ്ടപ്പെട്ടു. കാവ്യ ഉശനസ് മുഴുവൻ അടിച്ചു മാറ്റി. സങ്കടമായി. അദ്ദേഹം മഹാദേവന്റെ അടുത്ത് പോയിട്ട് സാഷ്ടാംഗം നമസ്കരിച്ച് പറഞ്ഞു, അങ്ങ് എനിക്ക് തന്നതൊക്കെ ഇല്ലാണ്ടായിരിക്കും, ഞാൻ വീണ്ടും പരാജിതനായി. അതാണ് സക്സസ്ഫുൾ ആവാൻ കഷ്ടമാണ്. സക്സസ്ഫുൾ ആയാൽ, സക്സസ്ഫുള്ളായി നിലനിൽക്കാൻ അതിലേറെ കഷ്ടമാണ്. മഹാദേവന്റെ സുഹൃത്തായിട്ട് പോലും അനുഭവിക്കേണ്ടി വന്നു. ഭഗവാനാണെന്ന് പറഞ്ഞിട്ട് ദുർദേവതയ്ക്ക് അർച്ചന കഴിച്ച് നമ്മളെ പറ്റിക്കുന്ന കാലമാണ്. കുബേരന് വരെ അനുഭവമാണ്. അപ്പോ അങ്ങനെയുള്ള ഭഗവാൻ മഹാദേവൻ കോപിഷ്ഠനായിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഭഗവാൻ വെറുതെ വിടുവോ? തൻ്റെ പേരുപയോഗിച്ച് കളിക്കുന്നവരെ ഒന്നും ഭഗവാൻ വെറുതെ വിട്ട ചരിത്രമില്ല. ഇരുത്തി പഴുപ്പിച്ചിട്ടേ കൊല്ലു. അദ്ദേഹം തൻ്റെ തൃശൂലത്തിനെ എടുത്തിട്ട് അങ്ങോട്ട് പിടിച്ചു. ആ തൃശൂലം എടുത്ത് അവിടെ എഴുതിയിട്ട് നിന്നുടനെ ഉശനസിന് മനസ്സിലായി എൻ്റെ പണി കഴിഞ്ഞു. അദ്ദേഹം ഒരു സൂക്ഷ്മമായിട്ടുള്ളൊരു കണം പോലെയായിട്ട് ആ തൃശൂലത്തിൻ്റെ അറ്റത്ത് വന്നിട്ടുണ്ട്. അതിന് ഇരിക്കാനുള്ള യോഗശക്തി ഇദ്ദേഹത്തിനുണ്ട്.
മഹാദേവന് മനസ്സിലായി അവിടെ ഇരിക്കേണ്ടത്. ഭഗവാനേക്കാൾ ഉയരമാണ് പിനാകത്തിന്. 3 ഗുണങ്ങളോട് കൂടിയിട്ട് 7 നിറങ്ങളുള്ള മഴവില്ലിന്റെ രൂപത്തിലുള്ള ഒരു സർപ്പമാണ് ഭഗവാന്റെ തൃശൂലം. അത് ഇഷ്ടാനുസരണം എന്തുമായി മാറും? പാശുപതമാവും, വില്ലാവും, തൃശൂലവും. ഭഗവാൻ അതിനെ ഒരു കൈ കൊണ്ട് അങ്ങോട്ട് പിടിച്ച് വളച്ചു അവനെ അടുത്തേക്ക് കൊണ്ടുവരാൻ പിടിച്ച് വളച്ചിട്ട് അവനെ അങ്ങോട്ട് വലിച്ച് വായിക്കൂടെ അങ്ങോട്ട് വിഴുങ്ങി. അവൻ വയറിൻ്റെ ഉള്ളിൽ ചെന്നു. അവൻ പുറത്ത് കടക്കാതിരിക്കാൻ സകല ദ്വാരങ്ങളും ശരീരത്തിൽ അടച്ചിട്ട് ജലത്തിൽ ഇറങ്ങി നിന്നിട്ട് അനേക ലക്ഷം വർഷങ്ങൾ ഭഗവാൻ തപസ് ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹം ഉണർന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി താൻ ഈ തപസ് ചെയ്തതിന്റെ ഗുണം എൻ്റെ അകത്തിരിക്കണോണ്ട് ഇവനും കിട്ടി. പക്ഷെ അദ്ദേഹം പുറത്തു വിട്ടില്ല. ഉശനസ് എന്ത് ചെയ്തു? മഹാദേവൻ തന്നോടുള്ള കോപം ഇപ്പോഴെങ്കിലും അടങ്ങേണ്ടാവുന്നുള്ള വിചാരത്തിൽ അദ്ദേഹത്തിന്റെ ലിംഗത്തിൽ കൂടെ പുറത്തു വന്നു. ലിംഗത്തിൽ കൂടെ പുറത്ത് ആവിർഭവിച്ചപ്പോ വെട്ടിത്തിളങ്ങുന്ന രൂപത്തോട് കൂടിയിട്ട് കത്തിജ്വലിക്കണ വെള്ളിയുടെ നിറത്തോട് കൂടിയിട്ടാണ് അത്ര ഉശനസ് പുറത്തു വന്നത്. ഭഗവാന് കോപം കൊണ്ട് അങ്ങോട്ട് കണ്ണു കാണാണ്ടായി. തൻ്റെ ശരീരത്തിൻ്റെ അകത്ത് ഒളിച്ചിട്ട് തൻ്റെ തപോബലം കൂടെ എടുത്തിട്ട് പുറത്തു വന്നിരിക്കുന്നു. അവനെ വധിക്കാനായിട്ട് ഭഗവാൻ ശൂലത്തെ എടുത്ത സമയത്ത് അമ്മ വന്ന് പറഞ്ഞു അത്രേ, അങ്ങയുടെ ലിംഗത്തിൽ കൂടെ ഉത്ഭവിച്ചവനാണ് അവൻ, അങ്ങയുടെയും എൻ്റെയും പുത്രനാണ്, അവനെ കൊല്ലരുതെന്ന്. അങ്ങനെ ഭഗവാന്റെ ലിംഗത്തിൽ കൂടെ പുറത്തു വന്നവനാകയാൽ ഉശനസിന് ശുക്ലത്തിൽ കൂടെ പുറത്തു വന്നവനാകയാൽ അദ്ദേഹത്തിന് പേര് ശുക്രൻ എന്ന പേരുണ്ടായി. അങ്ങനെയാണ് ശുക്രൻ എന്ന് പറയുന്ന വീനസ് എന്ന ഗ്രഹം. ഈ ഉശനസ് ഇന്ദ്രന്റെ സുഹൃത്തായിരുന്നു. ഇന്ദ്രന് വജ്രായുധം പണ്ടുണ്ടാക്കി കൊടുത്തത് ആദ്യം അദ്ദേഹം. പിന്നെയാണ് പുരാണത്തിൽ ദധീചിയുടെ കഥ പറഞ്ഞത്, വിശ്വകർമാവിന്റെ ഒക്കെ. ആ ഇന്ദ്രനുമായിട്ട് തെറ്റിയിട്ട് അദ്ദേഹം പോയിട്ട് അസുരന്മാരുടെ ഗുരുവായി പറഞ്ഞു. ആ ഉശനസിന്റെ കഥയ്ക്ക് കാരണം ഈ ശുക്രനാവാനുള്ള കാരണം കുബേരനാണ്. അങ്ങനെ ശുക്രനും രാവണനും കുബേരന്റെ ഐശ്വര്യത്തെ അപഹരിച്ചവർ. ശുക്രൻ എന്നിട്ട് ഇത് തിരിച്ചു കൊടുക്കും കുബേരൻ. മനോഹരമായിട്ടുള്ള കഥ. ഈ ഒരു 5 മിനിറ്റ്. അപ്പോ കുബേരന്റെ വിഗ്രഹപ്രതിഷ്ഠ അഗ്നിപുരാണത്തിൽ പറയണത് രൂപത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിടയിൽ. ആടിന്റെ പുറത്തിരിക്കുന്നവരായിട്ട് കയ്യിൽ ഗത പിടിച്ചുകൊണ്ട് വിഗ്രഹപ്രതിഷ്ഠ എന്നാണ് കാണുന്നത് അഗ്നിപുരാണത്തിൽ. അദ്ദേഹത്തിന് താടി വീശലുണ്ട്, 2 തേറ്റയുണ്ട്. ഹൃദയക്ഷണ അത്ര ഉഗ്രരൂപിയായിട്ടുള്ള ഒരു ഭഗവാനാണ്. ശിവന്റെ പ്രിയപ്പെട്ട ഒരു ഗണം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം യക്ഷഗണങ്ങൾ. അദ്ദേഹത്തിനെ സേവിക്കുന്നവർ ഗന്ധർവന്മാരും കിന്നരന്മാരും യക്ഷന്മാരും അപ്സരസ്സുകളും അനവധി പേര്. എന്തിന്? രംഭ എന്ന് പറഞ്ഞ അപ്സരസ് തന്നെ കുബേരന്റെ മരുമകളാണ്. മകൻ നളകൂബരന്റെ ആ ഭഗവാൻ ഒരൽ വെച്ച് വലിച്ച ആ മരങ്ങളിൽ ഒരാളുടെ ഭാര്യ രംഭ. അങ്ങനെ അസംഖ്യം പുരാണങ്ങളിൽ കുബേരനെ ഒട്ടനവധി സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ മേലെ ധാരാളം ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിനൊക്കെ അതിജീവിച്ചു വന്നു. അപ്പൊ കുബേരനെ പോലുള്ളൊരു ഒരു മഹാചൈതന്യത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളേണ്ടത്, നമ്മൾ അദ്ദേഹത്തിനെ സമീപിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ശക്തിയുടെ സ്ഥാനത്തേക്ക് എത്താൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ട്. ഞാൻ എപ്പോഴും ഗുരുവായൂരപ്പനെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, ഭഗവാനെ മനുഷ്യനായിട്ട് കാണും ആദ്യം, അപ്പോഴേ നമുക്ക് അദ്ദേഹത്തിന്റെ വില മനസ്സിലാവുള്ളൂ. എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ജീവിതത്തിൽ അദ്ദേഹം ജനിച്ച മുതൽക്ക് ആ ഒരു അവതാരത്തിൽ എന്നൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ മനുഷ്യ ജന്മെടുത്താൽ ദുരിതം അനുഭവിക്കും. അത് കർമ്മഫലമാണ്. കുബേരനും അതുപോലെ തന്നെ അഗ്നിയിലിട്ട് സ്ഫുടം ചെയ്തുണ്ടായി വന്നിട്ടുള്ള ഒരു മഹാശക്തിയാണ്. അദ്ദേഹം എന്തെങ്കിലും കാണിച്ചു എന്നുള്ളതുകൊണ്ട് നമുക്ക് സമൃദ്ധികൾ തരില്ല. നമ്മുടെ കർമ്മശുദ്ധി, ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഓരോ പണവും ചെലവഴിക്കുന്നത്, ഓരോ സമൃദ്ധിയും ചെലവഴിക്കുന്നത് ലോകനന്മയ്ക്കാണ്. മഹാവിഷ്ണുവിന് കല്യാണം നടത്താൻ പത്മാവതിയെ കല്യാണം കഴിക്കാൻ കാശ് കടപ്പെടുത്തു. അതുകൊണ്ട് ഇന്ന് തിരുപ്പതി അമ്പലമുണ്ട് അല്ലേ? അവിടെ ആ ഭഗവാൻ ഇരിക്കുന്നതുകൊണ്ട് എത്ര ലക്ഷം കോടി ജീവൻ രക്ഷപ്പെട്ടു. അപ്പൊ അതിന് കാരണക്കാരൻ ആരാ? കുബേരനല്ലേ. അതിന്റെ സ്പോൺസർ ആരാ? കുബേരനല്ലേ. ഒരു ക്ഷേത്രം പണിയണതിന് കാരണക്കാരനാവുകയാണ് ഒരു വിവാഹം നടത്തി കൊടുക്കുന്നത് വഴി. 2 പുണ്യങ്ങളാണ്. കല്യാണവും നടത്തി കൊടുത്തു, ക്ഷേത്രവും പണിയാനുള്ള കാശ്. അപ്പൊ മഹാപുണ്യം ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും ആർജിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹാചൈതന്യം ഭഗവാൻ. അങ്ങനെ ഉള്ള ആ കുബേരസ്വാമി ഗണപതി ഭഗവാനെ കണ്ടപ്പോ ഇവൻ കഴിക്കുന്ന ഭക്ഷണം പോരല്ലോ, ശിവനിത് അവനെ വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാനുള്ള വഴിയില്ലല്ലോ എന്ന് വിചാരിച്ചു പോയത്ര. ശിവന് അതിനുള്ള ആസ്തിയൊന്നുമില്ല, ശിവന്റെ ഒരു പർമ്മശാലയൊക്കെയാണ്. അപ്പോൾ
മൂപ്പര് പറഞ്ഞു എണീച്ചിട്ട്, മഹാദേവ ഞാൻ അദ്ദേഹത്തിന് ഒന്ന് ഭക്ഷണം കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. ആ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗണപതിയെ കൂട്ടിക്കൊണ്ടുപോയി കുബേരൻ വീട്ടിലേക്ക് അടുക്കള തന്നെ തുറന്നു കൊടുത്തു. ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ഗണപതി പറഞ്ഞു, ആഹാ ഇത് മുഴുവൻ എനിക്ക് കഴിക്കാമല്ലോ എന്ന് ചോദിച്ചു. അങ്ങോട്ട് തുടങ്ങി ഓരോന്നോരോന്നായിട്ട് എടുക്കുക. അവസാനം പാത്രങ്ങൾ വരെ വിഴുങ്ങാൻ തുടങ്ങി. അങ്ങാടിയിൽ നിന്ന് കൊണ്ടുവന്നു. ലോകത്ത് എവിടെയൊക്കെ ഭക്ഷണ സാധനങ്ങളുണ്ട് അത് മുഴുവൻ കൊണ്ടുവന്ന് അത് മുഴുവൻ ഭക്ഷിക്കാൻ തുടങ്ങി എന്നാണ് പറഞ്ഞു. ആ സമയത്ത് കുബേരന് മനസ്സിലായി തൻ്റെ കൈവിട്ട് പോയി കാര്യങ്ങൾ, തൻ്റെ സമ്പത്ത് മുഴുവൻ ഇല്ലാണ്ടാവുകയാണെന്ന് മനസ്സിലായപ്പോൾ ഗണപതി ഭഗവാൻ ചോദിച്ചു, അത്രയും മൂഢാ എന്ന് പറഞ്ഞു വിളിച്ചു. വിശപ്പിനെയാണോ നീ ഇല്ലാതാക്കാൻ നോക്കുന്നത്? ഭക്ഷണം എന്ന് പറയുന്നത് ലോകത്തിൽ പരിമിതമാണ്, വിശപ്പ് എന്ന് പറയുന്നത് അപരിമിതമാണ്. ഭക്ഷണത്തിന് നിയന്ത്രണങ്ങളുണ്ട്, അളവുകളുണ്ട്. വിശപ്പിന് അളവില്ല, അത്യാഗ്രഹത്തിന് അളവില്ല. നീ അളവുള്ള ഒരു സാധനത്തിനെ വെച്ചിട്ടാണോ അളവില്ലാത്തൊരു സാധനത്തിന് ഇല്ലാണ്ടാക്കാൻ നോക്കണമെന്ന് ചോദിച്ചത്. എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്റെ അത്ര വിഭവങ്ങളില്ല. എൻ്റെ അച്ഛന് ഭക്ഷണം തരാൻ അറിയില്ല, പക്ഷെ എൻ്റെ അച്ഛന് വിശപ്പ് ഇല്ലാണ്ടാക്കാനുള്ള വിദ്യ അറിയാം. എന്ത് വിശപ്പ്? ആധ്യാത്മികമായിട്ടുള്ള വിശപ്പ്. സകല വിശപ്പുകളെയും ഇല്ലാണ്ടാക്കാനുള്ള കഴിവുള്ളവരാണ് എൻ്റെ അച്ഛൻ. അതുകൊണ്ടാണ് കുബേര ഞാൻ നിന്റെ അടുക്കളയിൽ ഇരിക്കാത്തത്, എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ അച്ഛൻ്റെ മകനായിട്ടിരിക്കണമെന്നാണ്. അതാണ് ഗണപതി ഭഗവാന്റെ സന്ദേശം. ഇത് പറയാതെ ഞാനിത് അവസാനിപ്പിച്ചാൽ അത് ശരിയാകും. കുബേരൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് ഉപദേശിക്കും. ഭക്തിയോട് കൂടിയിട്ട് ഒരല്പം എന്തെങ്കിലും അവർ കൊടുക്കുക. പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് വറ്റുണ്ടാവും, അത് ചുരണ്ടിയെടുക്കും. കുബേരൻ ചുരണ്ടിയെടുക്കണം. നോക്കൂ, ഒരു ഈഗോ ഇല്ലാണ്ട് അത് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. ഭക്തിയോട് കൂടിയിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട്, ഭഗവാനെ എൻ്റെ ഇതേ ഉള്ളൂ തരാൻ, ഇത് സ്വീകരിക്കണേ ഗുരുവായൂരപ്പ, അതുകൊണ്ട് നമ്മൾ ചെയ്യില്ലേ, അങ്ങനെ കൊടുക്കണം. ആ ഒരു 2 വറ്റ് ചോറ് കൊടുക്കുമ്പോൾ ഗണപതി ഭഗവാൻ അത് ഏറ്റവും ബഹുമാന പുരസ്സരം തുമ്പിക്കൈകൊണ്ട് സ്വീകരിച്ച് കഴിച്ച് തൃപ്തി അടയണം. അതുകൊണ്ടാണ് അഥർവശീർഷത്തിൽ പറയണത്, യോ ദുർവാങ്കുരേർയജതി വൈശ്രവണോപമോ ഭവതി. ഗണപതിയുടെ അഥർവശീർഷ മന്ത്രത്തിലുള്ളതാണ്. ആരാണോ എന്നെ ദൂർവ കൊണ്ട് കറുക കൊണ്ട് അർച്ചിക്കുന്നത് അവൻ വൈശ്രവണന് തുല്യനാവും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ടുള്ളത്. ദേവന്മാരുടെ സഖാവായിട്ടുള്ള ശ്രീസൂക്തത്തിലെ മന്ത്രം ഞാൻ പറഞ്ഞു, സന്ധ്യ അതുകൊണ്ട് ചെല്ലില്ല. ദേവന്മാരുടെ സഖാവായിട്ടുള്ള ആ ഭഗവാൻ കുബേരസ്വാമി വൈശ്രവണൻ നിങ്ങൾക്ക് എല്ലാവർക്കും കീർത്തിച്ച മണിനാസഹ, കീർത്തിയും രത്നങ്ങളും തന്ന് അനുഗ്രഹിക്കട്ടെ. ഗുരുവായൂരപ്പൻ്റെ സ്വരൂപമായിട്ടുള്ള അദ്ദേഹത്തെ നാരായണീയത്തിൻ്റെ അവസാനത്തിൽ 2 ശ്ലോകങ്ങൾ ചൊല്ലി ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ 9 അവതാരങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറയണമെന്ന് വിചാരിച്ചു. കുബേരന് 9 രൂപങ്ങളുണ്ട്. അദ്ദേഹം മനുഷ്യനായിട്ട് അവതാരം എടുത്തിട്ടുണ്ട്. അതിൽ വിശേഷപ്പെട്ട പല കാര്യങ്ങളുണ്ട്, അനേക വിശേഷപ്പെട്ട മന്ത്രങ്ങളുണ്ട്. അതൊക്കെ ഗുരുമുഖത്തു നിന്ന് പഠിക്കേണ്ടതാണ്. വിശേഷപ്പെട്ട ഉപാസനാക്രമങ്ങളുണ്ട്, രഹസ്യമായവയുണ്ട്, പരസ്യമായവയുണ്ട്, നിധികൾ കണ്ടെത്താനുള്ള വിദ്യകളുണ്ട്. ഇതൊക്കെയാണെങ്കിലും കുബേരൻ്റെ ഏറ്റവും വലിയ ഗ്രേറ്റ്നെസ് ഭക്തിയെ തിരിച്ചറിയാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവാണ്. അടുത്തത് അഷ്ടപതിയാണെന്നറിയാം. അദ്ദേഹത്തിൻ്റെ അനുവാദത്തോട് 1 മിനിറ്റ്. യക്ഷേണദേവ നിഹതേ പുനരുത്തമേസ്മിൻ യക്ഷൈസയുദ്ധനിരതോ വിരതോ മനുക്ത്യാ ശാന്ത്യാ പ്രസന്ന ഹൃദയാദ്ധനദാതു വേദ ത്വദ്ഭക്തിമേവ സുദൃഢാമ ഋണാൻ മഹാത്മാ. ഗുരുവായൂരപ്പ 17ാമത്തെ ദശകത്തിലെ 10ാമത്തെ ശ്ലോകത്തിൽ തൻ്റെ സഹോദരനായിട്ടുള്ള ഉത്തമനെ യക്ഷന്മാര് കുബേരൻ്റെ സൈന്യങ്ങൾ കൊന്നു എന്ന് പറഞ്ഞിട്ട് ധ്രുവൻ സൈന്യവും എടുത്തിട്ട് യക്ഷന്മാരെയും വധിക്കാനായിട്ട് പുറപ്പെടുകയാണ്. ആ പുറപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ ബ്രഹ്മദേവൻ അരുത്, അവരെ വധിക്കരുത് എന്ന് പറഞ്ഞ് തടസ്സം പറയുന്ന സമയത്ത് ധ്രുവൻ അത് ഉൾക്കൊണ്ട് ഇല്ല, ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞ് ആ മഹാഭക്തന്മാർക്ക് അത് സാധിക്കുള്ളൂ. സ്വന്തം കൂടപ്പുറപ്പിനെ കൊന്നിരിക്കുന്നു, പക്ഷെ ഒരു യക്ഷവംശത്തിനെ മുഴുവൻ നശിപ്പിക്കാൻ ധ്രുവൻ സാധിക്കും. അങ്ങനെയുള്ള ധ്രുവൻ ക്ഷമിക്കും. ആ ക്ഷമ കണ്ടിട്ട് കുബേരൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. തൻ്റെ വംശത്തിനെ രക്ഷിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, ഒരു ഭക്തൻ മറ്റൊരു ഭക്തനെ കാണുന്നു. കുബേരൻ ധ്രുവനെ വണങ്ങിയിട്ട് പറയുന്നു, അങ്ങ് മനുഷ്യനും ഞാൻ യക്ഷനും ദേവസ്ഥാനത്തുള്ള ആളായതുകൊണ്ട് മാത്രം ഞാൻ അങ്ങേക്ക് വരം തരട്ടെ എന്ന് ചോദിക്കണം. അപ്പോൾ ധ്രുവൻ പറയണം, എനിക്ക് ഒരു വരവും വേണ്ട. എന്താ കുബേരൻ നമ്മുടെ മുന്നിൽ ഒന്ന് വരം വേണമെന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ പറയുക? പക്ഷെ ഇവിടെ
ധ്രുവൻ പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളുടെ ഭക്തി ഒന്ന് മാത്രം എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കുബേരനെ സാഷ്ടാംഗം കൊണ്ട് നമസ്കരിച്ചു. ഒരു ഭക്തന് മാത്രമേ ഒരു ഭക്തനോട് ഇങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ, ഒരു ഭക്തനെ അങ്ങനെ വരം കൊടുക്കാൻ പറ്റും. തഥാസ്തു എന്ന് കുബേരൻ അനുഗ്രഹിക്കുകയും ചെയ്യണം. ഇങ്ങനെയല്ലേ ഉണ്ടായത് ഗുരുവായൂരപ്പ എന്ന് ഭട്ടതിരി തട്ടിപ്പടിയിരുന്ന് ഗുരുവായൂരപ്പനോട് ചോദിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ അകത്തിൽ കയറുന്നു. അങ്ങനെ തന്നെ ഉണ്ടായത് ഭട്ടപാതിരയെന്ന്. അപ്പോൾ അവസാനത്തെ ആ ശ്ലോകം ചൊല്ലി അവസാനിപ്പിക്കുകയാണ്. അന്തേ ഭവത് പുരുഷനീത വിമാനയാതോ മാത്രാ സമം ധ്രുവപദേ മുദിതോ യമാസ്തേ ഏവം സുഭൃത്യ ജനപാലന ലോലധിസ്ത്വം വാദാലയ ദിവ ഇരുന്തി മാമയൗഘാൻ. ധ്രുവൻ അമ്മയും കൊണ്ട് വൈകുണ്ഠത്തിലേക്ക് പോയ ആ ധ്രുവപദത്തിലേക്ക് പോയ കഥയാണ് പറയണത്. അങ്ങനെയൊക്കെ ആ ധ്രുവനെ അനുഗ്രഹിച്ച പൊന്നു ഗുരുവായൂരപ്പ എൻ്റെ രോഗങ്ങളെയൊക്കെ മാറ്റി എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് അത് അവസാനിപ്പിക്കണേ. നോക്കൂ, കുബേരനും ഗുരുവായൂരപ്പനും വീണ്ടും വന്ന് ചേർന്നില്ലേ. നമ്മൾ തുടക്കത്തിൽ ഞാൻ തന്നെയാണ് വൈശ്രവണൻ എന്ന് ഗുരുവായൂരപ്പൻ പറഞ്ഞോടെന്നാണ് തുടങ്ങിയത്, അവസാനിപ്പിച്ചത് അതിൽ തന്നെയാണ്. നിങ്ങളെല്ലാവരെയും ഗുരുവായൂരപ്പൻ്റെ രൂപങ്ങളായി കണ്ടിട്ട് സാഷ്ടാംഗം മനസ്സുകൊണ്ട് നമസ്കരിക്കണം.